ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ വായിച്ചു. ഇനി മുതൽ ശ്രദ്ധിക്കണം. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം. ഞാൻ പറയുന്ന ഈ പദങ്ങളെ ശ്രദ്ധിച്ചുകൊള്ളണം, പ്രയോഗങ്ങളെ ശ്രദ്ധിക്കണം. അതിനടിയിൽ ഒരു വര കൊടുക്കാൻ പറ്റിയാൽ കൊടുത്തണം. നേരത്തെ വര ഉണ്ടെങ്കിൽ പിന്നെ വരയ്ക്കേണ്ട, അതങ്ങനെ കിടന്നോട്ടെ. പക്ഷെ ശ്രദ്ധിക്കണം ആ പ്രയോഗം. നിനക്ക് ലഭിച്ച വാർത്തയുടെ നിശ്ചയം. ഓക്കെ, അപ്പൊ നിശ്ചയമായ കാര്യം മാത്രം. ഓക്കെ, അടുത്തത് അത് ക്രമമായി എഴുതുന്നത്. അടുത്ത പ്രയോഗം അതാണ്, ക്രമം ആയി എഴുതേണ്ടത് എങ്ങനെയെന്ന്. ഓക്കെ, അടുത്തത് ആദി മുതൽ. 3-ാമത്തെ പ്രയോഗം അതാ, ഫ്രം ദ ബിഗിനിങ്, ആദി മുതൽ. ഓക്കെ, അടുത്തത് സകലതും സൂക്ഷ്മമായി പരിശോധിക്കണം. 4-ാമത്തെ പ്രയോഗം അതാ, സൂക്ഷ്മമായി പരിശോധിക്കുക. ഈ 4 പ്രയോഗങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച്. 1-ാമത്തെ എന്തോ പറഞ്ഞേ? നിശ്ചയമുള്ളത് മാത്രം. കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിലൊന്നും ഞാനൊന്നും എഴുതാൻ ആഗ്രഹിക്കുന്നില്ല. നിശ്ചയമുള്ളത് മാത്രം. ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്നൊന്നും പറഞ്ഞ് ഞാനത് പറഞ്ഞുകൊണ്ട് നടക്കാൻ, അത് ഫോർവേഡ് ചെയ്യാനൊന്നും ഞാൻ തീരുമാനിക്കുന്നില്ല. നിശ്ചയമുള്ളത് മാത്രം നമുക്ക് അനുകരിക്കേണ്ട ഒരു കാര്യമാണ്. ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ പറഞ്ഞു നടക്കാറുണ്ട്. അവസാനം പ്രശ്നം രൂക്ഷമാകുമ്പോൾ ആര് ചോദിച്ചു? അത് തങ്കമാമ പറഞ്ഞു. തങ്കമാമയുടെ ആര് പറഞ്ഞു? പൊന്നമാമ പറഞ്ഞായിരിക്കും. പൊന്നമാമയുടെ ആര് പറഞ്ഞു? പാപ്പച്ചാൻ പറഞ്ഞായിരിക്കും. അല്ലാതെ ആരാ? പാപ്പച്ചാൻ എങ്ങനെ അറിഞ്ഞു? അത് കൊച്ചുഞ്ചാൻ പറഞ്ഞായിരിക്കും. ഇങ്ങനെ പോവുകയാണ് സംഭവം. മഞ്ചേരിയിൽ നിന്ന് സംഭവം അങ്ങ് പോയി, അങ്ങ് കഞ്ഞിക്കുഴി വഴി കോട്ടയം കടന്ന് ഏറ്റുമാനൂർ ചെന്ന് ഇങ്ങനെ പോവുക. സംഭവം പറഞ്ഞ് അന്വേഷിച്ച് വരുമ്പം അങ്ങനെയൊന്നും ഇല്ല. ആരോ ഒരാൾ ക്രിയേറ്റ് ചെയ്തതാണ്. നിശ്ചയമില്ലാതെ നമ്മൾ ഫോർവേഡ് ചെയ്തു. ലൂക്കോസ് പറയാ, അതിനെന്നെ കിട്ടത്തില്ല. ഞാൻ എഴുതാൻ പോകുന്നത് എങ്ങനെയുള്ളതാ? നിശ്ചയമുള്ളത് മാത്രം. നിശ്ചയമുള്ളത് മാത്രം. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ക്രമമായി എഴുതണം. ഒരു എഴുത്തുകാരൻ്റെ, ചരിത്രകാരൻ്റെ, അപ്പോൾ അദ്ദേഹം ഒരു ഹിസ്റ്റോറിയൻ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആദ്യത്തെ 2 പ്രയോഗങ്ങൾ. 1 നിശ്ചയം, 2 ക്രമം. ജീവിതത്തിൽ തന്നെ ക്രമം വേണം. ക്രമമില്ലാത്തവരെ കർത്താവ് വെറുക്കുന്നു. ക്രമം കെട്ടവരെ ഞാൻ എന്ത് ചെയ്യുന്നു? വെറുക്കും. നിങ്ങളുടെ ഇടയിൽ ചിലരെ ക്രമം കെട്ട് നടക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. തെസ്സലോനിക്ക സഭയ്ക്കുള്ള പൗലോസിൻ്റെ ആത്മരോക്ഷമാണ്. ഒരു ക്രമവും ഇല്ലാതെ ജീവിക്കുന്ന കുറേ ആളുകൾ. അവരോട് നിങ്ങൾ അകന്ന് നിൽക്കണം. അവരോട് വേല ചെയ്തിട്ട് വല്ലതും കഴിക്കണമെന്ന് പറയാം. ചുമ്മാതെ വിശക്കെന്നും പറഞ്ഞ് കൈയും കഴിയും വന്നിരിക്കുന്നവന് വിളമ്പരുത്. വേല ചെയ്ത് ജീവിക്കുന്ന ക്രമമുള്ളവനെ കൊടുക്കാവൂ. തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ പ്രമാണം. അപ്പം ക്രമം അനിവാര്യം. ഉറങ്ങുന്നതിനൊരു ക്രമമുണ്ടോ? ഉണരുന്നതിനൊരു ക്രമമുണ്ടോ? എല്ലാത്തിനും ഒരു ക്രമം സൂക്ഷിക്കുന്നവരാകണം. ദാമ്പത്യത്തിലും സാമ്പത്തികത്തിലും സാമൂഹ്യ വ്യവസ്ഥയിലും സഭാജീവിതത്തിലും ഒക്കെ ക്രമം വേണം. ഓൺലൈനിൽ വിദേശത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. ക്രമം സൂക്ഷിക്കാൻ പലർക്കും കഴിയാതെ പോകാറുണ്ട്. വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നും പറഞ്ഞ് ലൂക്കോസ് പറയുന്നു, ഞാൻ എഴുതുന്നത് ക്രമമായിട്ടാണ്. അതുകൊണ്ടാണ് വംശാവലി അടക്കമുള്ള കാര്യങ്ങൾ കൃത്യതയോട്. യേശുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞുള്ള സംഭവം കൂടെ താൻ പറയുന്നു. ഒടുവിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ താൻ സ്വർഗാരോഹണം കൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം നടന്ന കാര്യവും എല്ലാം ക്രമമായി. അപ്പം ക്രമത്തോടെ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഏത് സുവിശേഷ ഗ്രന്ഥം വായിക്കണം? ലൂക്കോസിൻ്റെ. ഓക്കെ, ക്രമമായി. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആദി മുതൽ, ഫ്രം ദ ബിഗിനിങ്. ഇടയ്ക്ക് ചരിത്രത്തിൻ്റെ ഏതാണ്ട് ഒരു ഭാഗം കിട്ടി, അവിടെ മുതൽ എഴുതി തുടങ്ങുകയല്ല. ഫ്രം ദ ബിഗിനിങ്, ആദി മുതൽ എഴുതുകയാണ്. കണ്ടോ? നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ്. അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ആ പ്രശ്നത്തിൻ്റെ മൂല കാരണം എന്താണ്? അത് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എന്നുള്ള നിലയിലുള്ള കാര്യമാണ്. ഡോക്ടേഴ്സ് വ്യൂ ആണ്. ഡോക്ടറോട് പനിയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെന്നാൽ ഡോക്ടർ കണ്ണു തുറന്ന് നോക്കുന്നു, മൂക്കിലോട്ട് ടോർച്ച് അടിച്ച് നോക്കുന്നു, വാ തുറക്കാൻ പറയുന്നു. നമ്മൾ പറയും തൊണ്ടയ്ക്ക് വേദന അല്ല സാറേ, പനിയാന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തുറന്നിട്ട് തൊണ്ടയ്ക്കകത്തോട്ട് ടോർച്ചടിച്ച് നോക്കുന്നു എന്ന് പറഞ്ഞാൽ പനി എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന വേറെ എന്തിൻ്റെയോ സിംറ്റമാകാം. അത് കണ്ടുപിടിക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത്. സ്റ്റെത്ത് അവിടെ ഇവിടെയൊക്കെ കുത്തി നോക്കുന്നു. ഫ്രം ദ ബിഗിനിങ്. ഉണ്ടോ? അതാണ് ലൂക്കോസിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത. ഇനി 4-മതൊരു കാര്യമുണ്ട്. എന്താണ്? സകലതും. അങ്ങനെ പറയുന്നുണ്ട്, സകലതും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട്. സൂക്ഷ്മ പരിശോധന ഇല്ലാതെ ഒരു വാചകവും പറയരുത്. ചുമ്മാ ചാടിക്കയറി ഏതാണ്ടൊക്കെ പറഞ്ഞു. പിള്ളേർ വന്ന് മൂടോട്ടായിട്ടൊക്കെ ഇരിക്കുന്നവരുടനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും പിള്ളേരോട്. സൂക്ഷ്മമായി പരിശോധിക്കാഞ്ഞിട്ട് ഒന്നുകിൽ സ്കൂളിൽ വെച്ച് അവർ ആരാലോ ഹരാസ്മെൻറ്റ് ചെയ്തിപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. കൂട്ടുകാരൻ പിണങ്ങിയതോ എന്തൊക്കെ പ്രശ്നമുണ്ട്. ഇതെന്തുവാന്ന് ചോദിച്ച് ആദ്യം മുതൽ എന്താ പ്രശ്നമെന്നറിയാതെ സൂക്ഷ്മ പരിശോധന ചെയ്യാതെ നമ്മൾ കയറി എന്തോ പറഞ്ഞു, പിന്നെ നമ്മൾ സോറി പറയേണ്ടി വരും. നമ്മൾ ഈ ആവശ്യമില്ലാതെ എത്ര സോറിയാണ് ഉപയോഗിക്കുന്നതെന്നറിയാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സൂക്ഷ്മമായി നമ്മളൊന്നും എന്ത് ചെയ്യുന്നില്ല,
പരിശോധിക്കുന്നില്ലാത്തതുകൊണ്ട്. ആ കറിയും കൊണ്ട് ഒഴിച്ച് കളക്കി കഴിച്ചാൽ എന്നാ? കറി മാറ്റി വെച്ചേ കൊച്ചേക്ക്, കറിക്ക് ഉപ്പ് കൂടുതലാണെന്നുള്ളത് കൊണ്ട് അവൻ മാറ്റി വെച്ചേക്കുന്നു. ഇതറിയാതെ നമ്മൾ അതിൻ്റെ നേരെ കിടന്ന് ചാടുന്നു. മനസ്സിലായില്ലേ? സൂക്ഷ്മമായി പരിശോധിക്കും. എന്നാ കറിക്ക് കുഴപ്പം എന്നുള്ളത്. എന്തുകൊണ്ട് കൊച്ചു കറി മാറ്റി വെച്ചു? എന്തുകൊണ്ട് കഴിക്കുന്നില്ല? എന്തുകൊണ്ട് സ്കൂളിൽ പോകാൻ മടിക്കുന്നു? എന്തുകൊണ്ടാണ് മിണ്ടാൻ നടക്കുന്നത്? എന്തോ ഒരു മാറ്റമുണ്ടല്ലോ. ഇതിനെ സൂക്ഷ്മമായി പരിശോധിക്കണം, കൂലങ്കക്ഷമായി അപഗ്രഥിക്കണം, സംഭവങ്ങളെയും കാര്യങ്ങളെയും എല്ലാം. ലൂക്കോസ് നമുക്ക് തരുന്ന 4 പാഠങ്ങൾ ഒരിക്കലും മറക്കരുത്. ഉപവാസത്തിലൂടെ ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളെയും മൂല്യങ്ങളെയും നമ്മിൽ പ്രാപിച്ചെടുക്കാൻ കഴിയും. നമ്മൾ കുറച്ച് പേരെ ഉള്ളതുകൊണ്ടാണ് ശാന്തമായി ഞാൻ ഈ പ്രായോഗിക വശങ്ങളെ പറയുന്നത്. ബോധ്യമാകുന്നുണ്ടല്ലോ? ഇതാണ് ലൂക്കോസിന്റെ പ്രത്യേകത. ആ ലൂക്കോസ് എഴുതിയ 2 ഗ്രന്ഥങ്ങളും വിശ്രുതമാണ്, വളരെ ശ്രേഷ്ഠമാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ 4 കാര്യം ലൂക്കോസ് എങ്ങനെയാണ് പ്രായോഗികമാക്കിയിരിക്കുന്നത്. തുടക്കത്തിൽ ഇങ്ങനെ വലിയ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തിലെങ്ങാണ് ഇത് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്കൊരു സൂക്ഷ്മ പരിശോധനയും കൂടെ ചെയ്യാം. പത്രോസിൻ്റെ അമ്മാവിയമ്മയ്ക്ക് എന്തുമായിരുന്നു? പനിയായിരുന്നു. കണ്ടോ? പത്രോസിൻ്റെ അമ്മാവിയമ്മയ്ക്ക് പനിയായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് മത്തായി സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം വായിച്ച ഓർമ്മയിലാണ് നമ്മൾ ഈ പറയുന്നത്. അവർ രണ്ടുപേരും ഡോക്ടർമാരല്ലാത്തത് കൊണ്ട് അമ്മച്ചി കമ്പിളിയൊക്കെ പുതച്ച് കിടുങ്ങി വരച്ച് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ അവരെഴുതിയത് എന്തുവാ? പനി. ലൂക്കോസ് ഡോക്ടർ ആയതുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞത് കഠിന ജ്വരമായിരുന്നു. എന്തുവായിരുന്നു? അതാണ് സൂക്ഷ്മ പരിശോധന. നമുക്ക് ചില വ്യക്തികളുടെ വിഷമം എന്തോന്ന് മനസ്സിലാകാതെ നമ്മൾ ഏതാണ്ടൊക്കെ ഈ പറയുന്നു. ഓ, കഴിഞ്ഞ ആഴ്ച വന്നില്ല, അതിൻ്റെ അങ്ങേ ആഴ്ചയിലും അവർ വന്നില്ല, അവരിപ്പോൾ ഭയങ്കര ഉഴപ്പാണ്, പിന്മാറ്റത്തിലായിരിക്കും. കണ്ടോ? നമ്മൾ അവസാനം കണ്ടെത്തിയത് അമ്മച്ചി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പിന്മാറ്റത്തിൽ. ആ സഹോദരൻ സഭായോഗത്തിന് വരുന്നേയില്ല, 3 ആഴ്ചയായി പിന്മാറ്റത്തിലാണ്. ഈ 3 ആഴ്ച കാണാതെ വന്നിട്ട് നമ്മളാരും പോയില്ല അവിടെ. ആരോ പറഞ്ഞു പനിയായിരിക്കും. ആ പിന്നെ പനി ഇപ്പം മൊത്തത്തിൽ ഉണ്ടല്ലോ, അഞ്ചേരി എല്ലാം പനിയാണ്. അപ്പം പിന്നെ പനിയായിരിക്കും എന്ന് നമ്മളങ്ങ് പറഞ്ഞു. അതിനേക്കാൾ ഏതുണ്ടോ വലിയ സംഭവമാണ് അവർ. മത്തായി പറഞ്ഞു പനിയാ, മർക്കോസ് പറയുന്നു പനിയാ, ലൂക്കോസ് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് പറയുന്നു എന്തുവാണ്? കഠിന ജ്വരമായിരുന്നു. അതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത. ക്ലാരിറ്റി കൂടുതലാണ്. ഹിസ്റ്റോറിയൻ എന്ന നിലയിലും ഒരു ഡോക്ടർ എന്ന നിലയിലും തൻ്റെ വ്യൂ ഭയങ്കരമാണ്. അതുകൊണ്ട് ലൂക്കോസ് അവതരിപ്പിക്കുന്ന സംഭവങ്ങളിലെല്ലാം അതിൻ്റെതായിരിക്കുന്നൊരു താളലയമുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. ഇനിയും രക്തസ്രവക്കാരി സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറിയ വൈദ്യന്മാരാൽ, ബാക്കി പറ, ഏറിയോന്ന് സഹിച്ചവൾ. അങ്ങനെ വായിക്കും. ഒത്തിരി വൈദ്യന്മാർ, അലോപ്പതി നോക്കി, യൂനോനി നോക്കി, പിന്നെ ഹോമിയോ നോക്കി, പിന്നെ നാട്ടുവൈദ്യം നോക്കി, എന്നിട്ടൊന്നും സൗഖ്യം ഉണ്ടായി. അതാണ് ഏറിയ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച. പക്ഷെ ലൂക്കോസ് എന്താ പറയുന്നത്? ആർക്ക് പറയാം? ലൂക്കോസ് എന്താ പറയുന്നത്? ആ സഹോദരിയെ കുറിച്ച് ലൂക്കോസ് എന്താ പറയുന്നത്? അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷമായി നമുക്കൊരു ബന്ധവും ഇല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അതാണ് സംഭവം. അഞ്ചേരിയിൽ ആരും ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുന്നില്ല. അതുകൊണ്ട് നീ ലൂക്കോസിന്റെ സുവിശേഷം പ്രസംഗിച്ചാൽ മതി എന്ന് കർത്താവ് എന്നോട് പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് എൻ്റെ പൊരുൾ മനസ്സിലായി. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലൂക്കോസ് ഡോക്ടർ ആയതുകൊണ്ട് പറയുന്നു, ഇനി ഒരു വൈദ്യന്മാർക്കും സൗഖ്യമാക്കാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ. മറ്റവര് പറയുന്നത് എന്തോ? ഏറിയ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ. ലൂക്കോസ് എന്തോ പറയുന്നു? ഇനി ഒരു വൈദ്യനും സൗഖ്യമാക്കാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ. അദ്ദേഹം പരിശോധിച്ചിട്ടാ പറയുക, ഇനി ഒരു വൈദ്യനെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവിടെ എഴുതാതെ എഴുതിയിരിക്കുന്നതും പറയാതെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ യേശുവിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതാണ് കാര്യം. അവളൊടുവിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു, സൗഖ്യം പ്രാപിച്ചു. അതാണ് എൻ്റെ സംഗതി. ഒരു സംഭവം ഓർമ്മ വരുന്നുണ്ടോ? ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെയും കൊണ്ടുവന്നു. അവന് ജന്യാണ് രോഗം. തീയിലും വെള്ളത്തിലും പടപ്പിച്ച് നുരപ്പിച്ച് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ കുഞ്ഞിനെയും കൊണ്ട് 12 ശിഷ്യന്മാരെ അടുക്കൽ ആ പുള്ളിക്കാരൻ കൊണ്ടുവന്നു. ഉദ്ദേശിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ബർത്തലോമായി, ഫിലിപ്പോസ്, ദദ്ദായി, ശിമോൻ, ഇവരെല്ലാവരും പ്രാർത്ഥിച്ചു. പയ്യൻ എന്തോ വന്നില്ല, സൗഖ്യം വന്നില്ല. ഒടുവിൽ ആ കുഞ്ഞിനെയും കൊണ്ട് അദ്ദേഹം ആരുടെ അടുക്ക് കൊണ്ടുവരുന്നു? യേശുവിൻ്റെ അടുക്ക്. 12 പേരും പ്രാർത്ഥിച്ചു, സൗഖ്യമായില്ല. അല്ലെങ്കിൽ ഉമ്മാരുടെ തട്ടിപ്പാന്നൊക്കെ പറഞ്ഞ് പുള്ളി വീട്ടിൽ പോയില്ല. 13ാമത് ഒരു പ്രാവശ്യം കൂടെ ശ്രമിക്കാൻ തയ്യാറാകുന്നു. അതിൻ്റെ കാരണം മത്തായിയോ മർക്കോസോ യോഹന്നാനോ പറയുന്നില്ല, ലൂക്കോസ് മാത്രം പറയുന്നു. ലൂക്കോസ് പറയുന്ന കാരണം എന്താണെന്നറിയോ? 13ാമതും ഒരു പ്രാർത്ഥനയ്ക്കും കൂടെ തയ്യാറാകാൻ ഈ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം. യേശുവിൻ്റെ അടുക്ക് വന്ന് പുള്ളി പറയുന്ന ഒരു ഡയലോഗുണ്ട്, എൻ്റെ ഗുരു, എനിക്കിവൻ ഏകജാതനാകുന്നു. ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളു ഗുരു, അവനാ രോഗം പിടിച്ചത്. ശിഷ്യന്മാരുടെ അടുക്ക കൊണ്ടുവന്ന് അവർ പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. പക്ഷെ പിന്നെയും ഞാൻ അങ്ങയുടെ അരികിൽ കൊണ്ടുവന്നതിൻ്റെ കാരണം എനിക്ക് ഏകജാതനായി ഇവൻ. സ്തോത്രം. അത് ലൂക്കോസാണ്. ഫ്രം ദ ബിഗിനിങ് പരിശോധിക്കുകയാണ് കാര്യങ്ങളെ. ലൂക്കോസ് എന്ന എഴുത്തുകാരൻ അത് എഴുതുമ്പോൾ
12 പേരും പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമായില്ലെങ്കിൽ പിന്നെ 13ാമത് പിന്നെ യേശുവിൻ്റെ അടുക്കൽ ഇവൻ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ മകൻ, ആ അപ്പൻ ആരാണ്? ഏകജാതന. സൗഖ്യമായി കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ കുറേ സംഗതികളുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. യേശു ഒരിക്കൽ ആലയത്തിൽ വന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. മത്തായി മർക്കോസും ഒക്കെ അങ്ങനെ പറയുന്നു. ഏത് കയ്യാ വരണ്ടേന്ന് ആർക്ക് പറയാം? ഏത് കയ്യാ വരണ്ടേന്ന് മത്തായി മർക്കോസും പറയുന്നില്ല, അതുകൊണ്ട് നമുക്കും പറയാൻ പറ്റത്തില്ല. അത് ഏത് കയ്യാന്ന് അറിയണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കണം. വലത് കൈ വരണ്ട ഒരു മനുഷ്യൻ. ഏത് കയ്യാ വരണ്ടേ? വലത് കൈ. മറ്റൊരു കൈ വരണ്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൈകൾ വരണ്ട എന്ന് പറയുന്നില്ല, കൈ വരണ്ട. അപ്പം ഒരു കൈയെ വരണ്ടുള്ളൂ. അതേതാണ്? വലത് കൈ. വലത് കൈ വരണ്ടവർ ആ പള്ളി മാത്രമല്ല, മിക്കവാറും എല്ലാ പള്ളിയിലും ഉണ്ട് വലത് കൈ വരണ്ട. വലത് കൈ വരണ്ട എന്ന് പറഞ്ഞാൽ ആൻറ്റി മനസ്സിലായി എന്തുവാ? സ്തോത്രം പറയാൻ മടിയാ. ആർക്കെങ്കിലുമൊക്കെ കൈ കൊടുക്കുക. കൈ കൊടുക്കുന്ന ഇടത് കൈ അല്ലല്ലോ, പിന്നെ ഏത് കൈയാ? ഇതങ്ങ് വരണ്ട് കിടക്കുക. അതുകൊണ്ട് ആർക്കും എന്തോ ചെയ്യുന്നില്ല, സ്തോത്രം പറയുന്നു. ഷർട്ടിൻ്റെ പോക്കറ്റിലും പോകത്തില്ല, പാൻസിൻ്റെ പോക്കറ്റിലും പോകത്തില്ല, ഇതിങ്ങനെ വരണ്ടങ്ങ് കിടക്കുക. സ്തോത്രാഴ്ചയ്ക്ക് പാട്ട് പാടുമ്പോൾ പുള്ളിക്ക് അങ്ങ് ഭയങ്കര ആത്മീയ ഉണർവാണ്. കണ്ണടച്ചിറുകി അടച്ച് നിന്ന് അങ്ങ് ആത്മാവിൽ ആരാധിക്കും. പാത്രം ഇങ്ങനെ പോയി കഴിയുമ്പോഴേ പിന്നെന്തോ ചെയ്യുള്ളൂ. കൈ കൊണ്ട് ഒരു ഗുണവും ഇല്ലാത്ത അങ്ങനെ ഒരു പുള്ളി പള്ളിയിലുണ്ടായിരുന്നു. യേശു അവൻ്റെ വലതുകാരം പിടിച്ചങ്ങ് നൂത്തു. അന്നു മുതൽ അവൻ സ്തോത്രാഴ്ച ഇടാൻ തുടങ്ങി. സ്തോത്രം. അപ്പൊ വലത് കൈ വരണ്ട ഒരു മനുഷ്യൻ. ലൂക്കോസ് അത് എടുത്തു പറയുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയണം. ഡോക്ടേഴ്സ് വ്യൂ. പത്രോസ് മഹാപുരോഹിതന്റെ ദാസന്റെ കാതറുത്തു കളഞ്ഞു. ഏത് കാത്? ഇപ്പൊ വലത് കൈ എന്ന് പറഞ്ഞത് കൊണ്ട് വലത് കാതെന്ന് പറയാൻ എളുപ്പമാണ്. ഓക്കെ, ഏത് കാതറുത്തുന്ന? കാതറുത്തെന്നേ പറയുന്നുള്ളൂ. മത്തായിയും മർക്കോസും യോഹന്നാനും കാതറുത്തെന്നേ പറയുന്നുള്ളൂ. ലൂക്കോസ് പറയാ വലത് കാതറുത്തുകൾ. മൂക്കറുത്തെന്ന് പറഞ്ഞാൽ ഏത് മൂക്കാന്ന് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം മൂക്കൊന്നേ ഉള്ളൂ. കാതറുത്തെന്ന് പറഞ്ഞാൽ ഏത് കാതെന്നൊരു ചോദ്യം വായിക്കുന്ന അനുവാചകനുണ്ടാകാം. ആ ചോദ്യത്തിന്റെ പഴുതും കൂടെ അടച്ചിട്ട് ലൂക്കോസ് പറയുകയാണ് വലത് കാത്. ഈ വലത് കാത് ഭയങ്കര പ്രശ്നമാണ്, അറിയാമോ? ഇത് പരിച്ഛേദം അങ്ങ് വെട്ടി മാറ്റി കഴിഞ്ഞാലുണ്ടല്ലോ, നടക്കുമ്പോൾ നമ്മൾ സൈഡിലോട്ട് വേച്ച് പോകും. നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്തുന്ന ഏറ്റവും വലിയൊരു സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് വലത് കാത് ഇടത് കാതുമാണ്. അതിലേറ്റവും കൂടുതൽ പണി വലത് കാതിനാണ്. ഇത് സാറിന് പിടിച്ച് തിരിക്കാൻ വേണ്ടി മാത്രമല്ല തരണാസ്തി കൊണ്ട് ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ചിന്തിക്കുന്നത് ഈ സൈഡ് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഒടിഞ്ഞു പോകാതിരിക്കാൻ ഇതിനെ ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. അല്ലല്ല, ഇതിനെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരീരം ഓടുകയോ നടക്കുകയോ കുനിയോ ഒക്കെ ചെയ്യുമ്പം മറിഞ്ഞു പോകാതിരിക്കാൻ ഇതിനെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇത് പരിച്ഛേദം വെട്ടി മാറ്റിയാൽ പെട്ടെന്നൊരാൾക്ക് വേഗത്തിൽ നടക്കാൻ പറ്റത്തില്ല, മറിഞ്ഞു പോകും താഴോട്ട്. പരിശോധിച്ച് നോക്കിക്കളരുത് അങ്ങനെ കേട്ടോ. ഓക്കെ, പ്രാക്ടിക്കൽ ടെസ്റ്റ് ഒന്നും നടത്തരുത്. അപ്പം ഇങ്ങനെ വലത് കാത് വെട്ടി മാറ്റിയ ഒരുവനെ കർത്താവ് എന്ത് ചെയ്തു? സൗഖ്യമാക്കി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ലൂക്കോസിന്റെ സുവിശേഷ ഗ്രന്ഥം വളരെ ക്ലാരിറ്റിയാണ്. ഏത് സംഭവം നിങ്ങളോട് നോക്കിയോ, മത്തായി പറയുന്നതിലും മർക്കോസ് പറയുന്നതിലും ഏറ്റവും ഗംഭീരമായി. അതുമാത്രമല്ല, വംശാവലി മത്തായിയുടെയും ലൂക്കോസിൻ്റെയും കൂടെ താരതമ്യം ചെയ്ത് നോക്ക്. ഏറ്റവും ഒടുവിൽ ആദാമിനെ ആരുടെ മകനായിട്ട് അവതരിപ്പിക്കുക? ആദാം ദൈവത്തിൻ്റെ മകൻ. ആദാം ദൈവത്തിൻ്റെ മകൻ. അബ്രഹാം മുതൽ ഇങ്ങോട്ട് മത്തായി വംശാവലി പറയുമ്പോൾ ആദാം ദൈവത്തിൻ്റെ മകനാണെന്ന് അങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു വംശാവലി രേഖ മൊത്തത്തിൽ ലൂക്കോസ് അങ്ങനെയാണ്. ഇനി പറ, ലൂക്കോസിൻ്റെ സുവിശേഷം ഇനി മനസ്സിരുത്തി ഒന്ന് വായിക്കാവോ? വായിക്കണം. ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ജീസസ് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായി നമുക്ക് ബോധ്യമാകുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്, സുവിശേഷ ഗ്രന്ഥത്തിലാണ്. ഉപവാസപ്രാർത്ഥനയുടെ ഇടയ്ക്ക് അവധി കിട്ടുമ്പം സമയം കിട്ടുന്ന നേരത്ത് ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. നന്നായി മനസ്സിരുത്തി ഒന്ന് വായിക്കണം. അത് കഴിഞ്ഞ് മത്തായിയും മർക്കോസും ഒക്കെ വായിക്കണം. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയും നമ്മുടെ വിഷയത്തിലേക്ക് വരിക. യേശുവിനെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി അവതരിപ്പിക്കുന്ന ഏക സുവിശേഷ ഗ്രന്ഥകാരൻ ലൂക്കോസാണ്. യേശുവിൻ്റെ പ്രാർത്ഥനകൾ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ പ്രധാനമായ ചില പ്രാർത്ഥനകളും അവയുടെ ആധികാരികതയും ലൂക്കോസ് വളരെ നന്നായി അവതരിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമാണ് ആര്? യേശു. യേശുവിനെ മാതൃകയാക്കണം. എല്ലാറ്റിനും യേശുവിനെ നല്ലൊരു മാതൃക നമുക്ക് വെച്ചേച്ചു പോയിരിക്കുന്നു. അതെല്ലാറ്റിനുമാണ്. ഇവനെത്ര മഹാൻ എന്ന് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാറ്റിലും മഹത്തായൊരു ലൈഫ് സ്റ്റൈൽ ആരിലുണ്ട്? യേശുവിലുണ്ട്. യേശുവെ പോലെയാകണം നാം. എല്ലാറ്റിലും യേശുവെ പോലെയാകണം. എനിക്കിഷ്ടമുള്ളൊരു വാക്യമാണ് ലൂക്കോസ് അവതരിപ്പിക്കുന്ന സക്കായി പറയുന്ന ഒരു കാര്യം. യേശു എങ്ങനെയുള്ളവനെന്ന് അറിയേണ്ടതിന്. സക്കായി മരത്തെ അള്ളിപ്പിടിച്ച് കയറുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. യേശു
നമുക്കും അങ്ങനൊരു താല്പര്യം ഉണ്ടാകണം. എൻ്റെ യേശു എങ്ങനെയുള്ളവനാണ്, യേശു എങ്ങനെയുള്ളവനാണെന്നുള്ള ഒരറിവ് നമ്മിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോഴാണ് ക്രിസ്തു പരിജ്ഞാനത്തിൽ നമ്മൾ തികവുള്ളവരാകുന്നു. ക്രിസ്തു പരിജ്ഞാനം, ക്രിസ്തുവാനുഭവം, അങ്ങനെ ഒരു അറിവ് നമ്മിലേക്ക് വന്നു കഴിയുമ്പോഴാണ് പൗലോസിനെ പോലെ നമുക്കും പറയാം, ഇനി ജീവിക്കുന്ന ഞാനല്ല, ആര് ജീവിക്കുന്നു? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പൊ ക്രിസ്തു ഉൾച്ചേരുന്ന, ക്രിസ്തു നമ്മിലും നാം ക്രിസ്തുവിലുമായി തീരുന്ന ഒരു ആത്മലയന ബന്ധം, അതാണ് യഥാർത്ഥ ക്രൈസ്തവീയത. പാട്ടും പ്രാർത്ഥനയും സങ്കീർത്തന വായനയും അപ്പന്നുറുക്കും കൂട്ടായ്മയും മാത്രമാ ക്രിസ്തീയത എന്ന് ചിന്തിക്കരുത്. നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലുമായ ഒരു ബന്ധം, ഒരു ലയന ബന്ധം. ക്രിസ്തുവിനോട് കൂടെയല്ല, പകരം ക്രിസ്തുവിൽ ആകുന്ന ഒരു അനുഭവം. നോട്ട് വിത്ത് ക്രൈസ്റ്റ് ബട്ട് ഇൻ ക്രൈസ്റ്റ്. അതാണ് യഥാർത്ഥ ക്രിസ്തീയത. ഞാനിനി അവനിലും അവനിനി. മലയാളം ബൈബിളിൽ പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ ഉടനീളം കാണുന്നൊരു പ്രയോഗമുണ്ട്. ഇൻ അവനിൽ, കർത്താവിൽ, പ്രിയനായവനിൽ, യേശുവിൽ, കർത്താവായ യേശുവിൽ എന്നൊക്കെയുള്ള ആ ഇൽ 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 എന്ന പ്രയോഗം ലേഖനങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. ഇംഗ്ലീഷ് ബൈബിൾ നോക്കൂ, ഇൻ ഹിം, ഇൻ ക്രൈസ്റ്റ്, ഇൻ ലോർഡ്, ഇൻ ജീസസ്, ഇൻ ബിലവഡ് എന്ന് പറയുന്ന ആ ഇൻ പ്രയോഗം അത് തന്നെ ആകണം നമ്മുടെ ആത്മീയത. ക്രിസ്തു എങ്ങനെയുള്ളവൻ എന്നറിയുമ്പോൾ നാം അറിയാതെ അവനിൽ ആകും നമ്മൾ. എത്ര പേർക്ക് ആത്മബന്ധമുണ്ട്? ക്രിസ്തുവിൻ്റെ കൂടെയല്ല. ഉപവാസം നടക്കുമ്പോൾ, സഭായോഗം നടക്കുമ്പോൾ, കത്തിരിപ്പയോഗം നടക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ. നോ, കൂടെ എന്നുള്ളത് വിട്ടേരെ. കൂടെയുള്ള ബന്ധമല്ല. പിന്നെന്താണ് ബന്ധം? ക്രിസ്തുവിൽ എന്ന ബന്ധമാണ്. ക്രിസ്തുവിൽ. ഒരു മത്സ്യം വെള്ളത്തിൽ ആയിരിക്കുന്നത് പോലെ അതിൻ്റെ ആവാസ വ്യവസ്ഥിതി എന്ന് പറയുന്നത് വെള്ളത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ ഒരാത്മീകന്റെ ആവാസ വ്യവസ്ഥിതി ക്രിസ്തുവിൽ ആണ്. ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്. ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട ഒരു വിശ്വാസിയെ പുനരാഗമനത്തിന് പോലും കൊള്ളത്തില്ല. അതാണ് അതിൻ്റെ ഗൗരവമായ കാര്യം. പുനരാഗമനത്തിൽ ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്താണെന്നറിയാം? പുനരാഗമിക്കുന്ന കർത്താവിനോടൊപ്പം സമാഗമിപ്പാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി. 1 യോഹന്നാൻ 2:28 വാക്യം ഒന്ന് വായിച്ച്. 1 യോഹന്നാൻ 2:28. പുനരാഗമിക്കുന്ന കർത്താവിനോടൊപ്പം സമാഗമിപ്പാനുള്ള ക്വാളിറ്റി എന്താ? അവൻ പ്രത്യക്ഷനാകുമ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവ് പുനരാഗമിക്കുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അവനോട് കൂടെ വസിക്കാനല്ല, പിന്നെ അവനിൽ വസിപ്പീൻ. ഡൽ ഇൻ ഹിം എന്ന പ്രയോഗമാണ് അവനിൽ. അപ്പൊ കണ്ടോ, ആത്മീക ജീവിതം ആരിലാകണം? ആരോട് കൂടെ എന്നുള്ളതല്ല, ആരിൽ ആകണം? ക്രിസ്തുവിൽ ആകണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ച്. അപ്പൊ എല്ലാറ്റിനും മാതൃക ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യണം. അതിൽ പ്രഥമ സ്ഥാനമാണ് പ്രാർത്ഥനാ ജീവിതം. അതിനെയാണ് നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പഠിക്കാൻ പോകുന്നത്. ക്രിസ്തു പ്രാർത്ഥിച്ച പോലെ. അതിൽ 3 കാര്യം ലൂക്കോസ് അവതരിപ്പിക്കുന്നതിനെയാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ സമയം, ദ ടൈം ഓഫ് ഹിസ് പ്രയർ. നമുക്ക് പ്രാർത്ഥനയ്ക്കൊരു നേരമുണ്ട്. ആ നേരം ദൈവാത്മാവ് വേണ്ടും പോലെ വെളിപ്പെടുത്തിയാൽ അത് തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം. ഇനി പ്രാർത്ഥിക്കാതെ രക്ഷയില്ല കേട്ടോ. ഇനി പ്രാർത്ഥിച്ചേ പറ്റൂ. ഈ ദിവസങ്ങൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. പക്ഷെ പലർക്കും അത് മനസ്സിലാകാറില്ല. അവർ പിന്നെ തിരക്കുകളിലേക്ക് അങ്ങ് പോകും. പ്രാർത്ഥനയുടെ നേരം എന്ന് പറഞ്ഞാൽ രാവിലെ പ്രാർത്ഥിക്കുന്നു, വൈകിട്ട് പ്രാർത്ഥിക്കുന്നു, ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നു, അങ്ങനെയുള്ളതല്ല. വ്യക്തിപരമായി വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ നേരമായി എന്നുള്ള ആലോചന കർത്താവ് നമുക്ക് തരും. മനസ്സിലായില്ലേ? പ്രാർത്ഥനയ്ക്കായി ഒരു സമയം. വായിച്ചേ, 1-ാമത്തെ കുറിപ്പിന് ആധാരമായി വേദവാക്യം തരികയാ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാമത് വാക്യം. ലൂക്കോസ് 6:12 വാക്യം. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിനൊരു മലയിൽ ചെന്നു. മലയാള ബൈബിളിൽ ലിപിയന്തരണത്തിൽ ഒരു പ്രശ്നമാണ് ആ കാലം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ പ്രയോഗം ആ സമയത്ത്. ഹിന്ദി ബൈബിളിൽ ഉൻ ദിനോ മേം, തമിഴ് ബൈബിളിൽ ആ നേരത്തിലേ. ഇംഗ്ലീഷ് ആതറൈസ്ഡ് വേർഷനുകൾ കൊടുത്തിരിക്കുന്നത് ഇൻ ദ ടൈം, ആ സമയം. മലയാളത്തിൽ വന്നപ്പോൾ എന്തുവായി? അങ്ങനെ ഭാഷാന്തരത്തിൽ ഒത്തിരി പ്രശ്നമുണ്ട് മലയാളത്തിൽ. മലയാള ബൈബിളിൽ ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. 1910 മുതൽ ഈ കുഴപ്പം ചുമന്നുകൊണ്ട് നടക്കുക നമ്മൾ. ഇതുവരെ ഇത് പരിഹരിക്കാൻ ബൈബിൾ സൊസൈറ്റി അടക്കി ഭരിക്കുന്ന മുതലാളി വർഗം ശ്രമിച്ചിട്ടില്ലെന്നുള്ളത് ദയനീയ പരാജയം. ഒത്തിരി അബദ്ധങ്ങൾ ലിപിയന്തരണത്തിൽ തർജ്ജമകളിൽ വന്നതാണ്. വേദോസ്വത്തിൽ അബദ്ധമെന്നല്ല.
ഇത് നമ്മുടെ കയ്യിലുള്ള വേദോത്സവം എന്നൊക്കെ പറഞ്ഞ് ഭാഷാന്തരം ചെയ്ത കോപ്പിയാണ്. ഇതിൻ്റെ ഒറിജിനൽ കോപ്പിയുമായി പരിശോധിക്കുമ്പം ഇതിനകത്ത് അബദ്ധങ്ങൾ ഇഷ്ടം പോലെ. ഇത് നിസ്സാരമായൊരു കാര്യം. ആ കാലമെന്നുള്ളത് അതിനേക്കാൾ ഗുരുതരമായ ഉപദേശ പെശകുകളുള്ള പ്രശ്നങ്ങൾ പോലും ഇതിനകത്തുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം എന്തുവാ? പുസ്തകം തുറക്കാതെ പറ. മഞ്ചേരി ദൈവസഭ റോമർ 8:1 എന്തുവാ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു എത്ര സുഖമാണ്. വാക്യമത്സരത്തിന് പഠിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് നമുക്കത് തർജ്ജമ ചെയ്ത് തന്നിട്ടുള്ളത്. പക്ഷെ ആ വാക്യത്തിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്നറിയാമോ? ജഡത്തിൻ പ്രകാരം നടക്കാതെ ആത്മാവിനെ അനുസരിച്ച് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. അത്രയും വേണം. ജഡത്തിൻ പ്രകാരം നടക്കരുത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു നരക ശിക്ഷയുമില്ല. മാംസത്തിൻപടി നടവാമൽ ആവിക്കുറിയവരായിരുന്നത് இப்போது ക്രിസ്തുവേശുവുക്കുൾ ഇരിക്കുന്നവർക്ക് അഗ്നിത്തീർപ്പില്ലേ. നമ്മുടെ മൂലഗ്രന്ഥം തമിഴാണ്, തമിഴ് ബൈബിളാണ്. തമിഴിൽ നിന്നാണ് മലയാളത്തിലേക്ക് ലിപിയന്തരണം ചെയ്ത്. അതിനകത്തുള്ള ആ പ്രയോഗം മലയാളത്തിൽ അങ്ങനെ മൊത്തമായി തന്നിട്ടില്ല. ഓതറൈസ്ഡ് ഇംഗ്ലീഷ് ബൈബിൾ നോക്കണം. 8:1 ചെറിയ വാക്യമല്ല, വലിയ വാക്യമാണ്. ജഡത്തിൻ പ്രകാരം എന്ത് ചെയ്യരുത്? നടക്കരുത്. ആത്മാവിനെ അനുസരിച്ച് എന്ത് ചെയ്യണം? നടക്കണം. അങ്ങനെ ഇപ്പോൾ ക്രിസ്തുവേശുവിലായവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അങ്ങനെ ഒത്തിരി വാക്യങ്ങൾ, ഏതാണ്ട് 150ഓളം പ്രശ്നങ്ങൾ, ഗുരുതരമായവയും സാരമായതും നിസാരമായതുമായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അത് കേട്ടതുകൊണ്ട് എന്നാൽ പിന്നെ ഇനി മേലാൽ ഈ ബൈബിൾ വായിക്കുകയില്ലെന്നും തീരുമാനവും പ്രതിഷ്ഠയൊന്നും എടുക്കരുത്. ഇത് വായിച്ചേ പറ്റുള്ളൂ. വായിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ചെറിയൊരു പ്രതിസന്ധി ഉണ്ടെന്ന് തോന്നിയാൽ ദൈവദാസന്മാരോട് ചോദിക്കുകയോ അതല്ലെങ്കിൽ മൂലകൃതി തപ്പുകയോ ഇംഗ്ലീഷ് ബൈബിളിൻ്റെ ഓതറൈസ്ഡ് വേർഷനുകൾ പരിശോധിക്കുകയോ ചെയ്യണം. പക്ഷേ ആ വാക്യത്തിൽ എനിക്കൊരു ചെറിയ അപാകത തോന്നുന്നു, എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കണം. ഏറ്റവും വലിയൊരു കോമഡി കേൾക്കണോ നിങ്ങൾക്ക്? മലയാളം ബൈബിള് പരിഷ്കരിച്ച് വെച്ചിരിക്കുന്ന, ഭാഷാന്തരം ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഒരു കോമഡി കേൾക്കണോ? ഒത്തിരി പ്രാവശ്യം നിങ്ങൾ വായിച്ചതാണ്, നിങ്ങളാരും ചിരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ച് കേട്ടാൽ. നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് ചിരി തോന്നിയതേ ഇല്ല. അങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ടോ എന്ന് ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. അത്താഴത്തിൽ എഴുന്നേറ്റു, യേശു വസ്ത്രം ഊരി വെച്ചു, അരയിലൊരു തോർത്ത് ചുറ്റി, ശിഷ്യന്മാരുടെ പാദം കഴുകിയ ശേഷം തോർത്തഴിച്ച് തുടച്ചു. ഇപ്പോഴാണ് നിങ്ങൾ ചിരിക്കുന്നത്. ഇതിന് മുമ്പ് എത്രയോ പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം വേദോസം. അതിനകത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13 അങ്ങനെ എഴുതിയിരിക്കുന്നവൻ അത്താഴത്തിൽ എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് തോർത്തെടുത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ പാദം കഴുകിയ ശേഷം എന്തോ ചെയ്തു? തോർത്തഴിച്ച് പാദം തുടച്ചു. എന്നെ അവഹേളനമെന്നറിയാം. ഇത് 1910 മുതൽ നമ്മൾ ചുമന്നുകൊടുക്കുക. സത്യത്തിൽ എന്താ അവിടെ വരേണ്ടത്? മേൽക്കുപ്പായം ഊരി വെച്ചു, അത്രയും മതി. ഔട്ടർ ക്ലോത്താണ് മാറ്റിയത്. യഹൂദന്മാർക്ക് ഉള്ളങ്കിയുണ്ട്, മേലങ്കിയുണ്ട്. വിറക് കീറുവോ വെള്ളം കീറുവോ ഭക്ഷണം വിളമ്പുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ക്രമീകരിക്കുകയോ ചെയ്യുമ്പോൾ ഈ ഔട്ടർ ക്ലോത്ത് എവിടെയെങ്കിലും ഊരി സുരക്ഷിതമായി ഹാങ് ചെയ്യും. എന്നിട്ടാണ് അവർ ജോലി കാര്യങ്ങൾ ഏർപ്പെടും. ഒരാൾ ഇന്നർ ക്ലോത്തുമായി, ഈ ഉള്ളങ്കിയുമായി മാത്രം നടന്നാൽ അവനെ നഗ്നനെന്നാണ് അറിയപ്പെടുക. ഒരാളുടെ വസ്ത്രം പിടിച്ചപ്പോൾ അവൻ ഓടിപ്പോയി, നഗ്നനായി ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളങ്കി ഉണ്ട്, അല്ലാതെ പറന്നപടി പോയെന്നല്ല വാക്യം. അവിടുത്തെ ഒരു രീതി അതാ. അപ്പം മേലങ്കി ഊരി വെച്ചു എന്നതാണ് അവിടെ സംഭവം. മേലങ്കി ഊരി വെച്ചിട്ട് ഉള്ളങ്കിയുടെ മീതെ കൂടെ ഒരു തോർത്തെടുത്ത് ചുറ്റി ശിഷ്യന്മാരുടെ പാദം കഴുകി ആ തോർത്തഴിച്ച് തുടച്ചു. അങ്ങനെയാണ് മലയാള ബൈബിളിൽ ഇങ്ങനെയാണ്. ഇന്ത്യയിലെ ഭാഷാന്തരങ്ങൾ മലയാള ബൈബിളിനകത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നം. ഹിന്ദിയൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്തിട്ടുള്ളത്, കന്നഡ പോലും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കുറേ ഗുലുമാലുകളുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പോകുമ്പോൾ മലയാള ബൈബിളിനോട് നിങ്ങൾക്കൊക്കെ വല്ല വിരോധം ഉണ്ടായിട്ട് ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ മുതൽ ഞാനിത് വായിക്കുകയില്ലെന്ന് തീരുമാനം വല്ലതും എടുത്താൽ അതിൻ്റെ കുറ്റം എൻ്റെ തലയിൽ വരും. അത് വരാതിരിക്കാൻ ഇങ്ങനെ പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ മൂലകൃതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്ററെയൊക്കെ സമീപിച്ചാൽ മതി. അദ്ദേഹം ഇതിനകത്ത് അവഗാധമുള്ള അറിവുള്ളയാളാണ്. ഓക്കെ, മടങ്ങി വരാം. അപ്പൊ ഇവിടെ ആ കാലത്ത് എന്നല്ല വരേണ്ടത്, പിന്നെന്തോ ആണ്? ആ സമയം. ഇൻ ദ ടൈം. മുൻദിനോമേ. പ്രിയരെ, ഞാൻ പറയാം, പ്രാർത്ഥിച്ചേ മതിയാകൂ എന്നും നമ്മെ തെரியപ്പെടുത്തുന്ന ചില നിയോഗങ്ങൾ, ചില നിർബന്ധങ്ങൾ, ചില സാഹചര്യ സമ്മർദ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇനി പ്രാർത്ഥിക്കാതെ രക്ഷയില്ല. ഇനി ഡോക്ടറെ കൊണ്ട് രക്ഷയില്ല. ഇനി വക്കീലിനെ കൊണ്ട് രക്ഷയില്ല. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ വന്നാൽ രക്ഷയില്ല. ഈ പ്രശ്നത്തിന് പ്രാർത്ഥനയല്ലാതെ വേറെ പോംവഴിയില്ല എന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി വരും. അപ്പോൾ എന്തോ ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇതിപ്പോൾ ആലയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ടി, അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി 3 ദിവസത്തെ പ്രാർത്ഥന ക്രമീകരിച്ചതാകാം, കുഴപ്പമില്ല, അതും ആവശ്യമാണ്. അതല്ലാതെ വ്യക്തിപരമായി പ്രാർത്ഥിക്കാതെ തരമില്ലെന്ന് വരുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. പല വാതിൽ മുട്ടി, ഒരു രക്ഷയില്ല, തുറക്കുന്നില്ല. പലയിടത്തും ആപ്ലിക്കേഷൻ കൊടുത്തു, ഒരു സാധ്യതയുമില്ല.
ഇങ്ങനെ പല പ്രാവശ്യം നിങ്ങളുടെ ആശകൾ നിരാശകളാകുമ്പോൾ ഓർത്തോണം പ്രാർത്ഥിക്കാൻ നേരമായി എന്നുള്ളതാണ്. നമ്മൾ പിന്നെയും അടുത്ത വഴിയാ നോക്കുക. നമ്മൾ പിന്നെയും കാശ് മറിച്ച് വേറെ വഴിയാ നോക്കുക. 1-2 പ്രാവശ്യത്തെ പരിശ്രമം തോറ്റുപോയി എങ്കിൽ, ആശ നിരാശയായെങ്കിൽ ഓർത്തോണം ദൈവം നമ്മോട് ലിപിയില്ലാതെ സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഭാഷ പ്രാർത്ഥിക്കുമ്പോൾ കാര്യം നേരെയാവും. പക്ഷെ പിന്നെ നമ്മൾ ബന്ധുബലവും സ്വാധീനതയും ഉപയോഗിച്ച് പിന്നെയും പോവുകയാണ്. ആ നമ്പർ വിളിച്ചിട്ട് ശരിയായില്ല, അടുത്ത 10 നമ്പർ നമ്മൾ ട്രൈ ചെയ്യുകയാണ്. പിന്നെ അങ്ങനെ തന്നെ പോകുന്നു. കാര്യങ്ങൾ പിന്നെയും പരാജയത്തിലേക്ക് വരികയാണ്. പക്ഷേ ചില കാര്യങ്ങൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പ്രാർത്ഥിക്കാതെ പറ്റില്ല. മക്കൾ പോലും ചിലപ്പോൾ നമ്മളോട് ഇടപെടുന്ന ഇടപാടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം പ്രാർത്ഥിക്കാൻ നേരമായി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരമായി. മമ്മ നമ്മുടെ പണി നോക്കുക, മമ്മിക്ക് എന്നാ അറിയാം, പപ്പയുടെ കാര്യം നോക്കുക, എനിക്കറിയാം എന്നൊക്കെ മക്കൾ പറയാൻ തുടങ്ങിയാൽ ഓർത്തോണം അവർക്ക് വേണ്ടി എന്തോ ചെയ്യാൻ നേരമായി, വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ നേരമായി. സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കം അധികരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം എന്തിന് നേരമായി. യെസ്, എന്നെ സ്നേഹമായിരുന്നു ആങ്ങളെയും പെങ്ങളും, ഭയങ്കര സ്നേഹമായിരുന്നു. അയ്യോ, ഒരു ചാമ്പയ്ക്ക കിട്ടിയാൽ ആങ്ങളെ ഒന്ന് കടിച്ചിട്ട് പെങ്ങൾ പിന്നെ കടിച്ചിട്ട് ആങ്ങളയ്ക്ക്, അല്ലേ? അങ്ങനെ ഒരു മാങ്ങ കിട്ടിയാൽ കല്ലെ വെച്ച് ഇടിച്ച് വേറൊരു കല്ലും കൊണ്ട് ഇടിച്ച് പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് തിന്നിരുന്നൊരു ബാല്യകാലം ഓർമ്മയുണ്ടോ? കല്യാണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞപ്പോൾ ഒരു 10 നമ്പർ ഡയൽ ചെയ്ത് ആങ്ങളെ ഒന്ന് വിളിക്കാനോ പെങ്ങളെ ഒന്ന് വിളിക്കാനോ വിവരം അറിയാനോ പോലും ഇപ്പം താല്പര്യമില്ല. ബന്ധങ്ങളിൽ എന്തോ കുഴപ്പമായി. ഓർത്തോണം, അങ്ങനെ അങ്ങ് അകന്നു പോയെങ്കിൽ ഓർത്തോണം പ്രാർത്ഥിക്കാൻ നേരമായി, ബന്ധങ്ങളെ ദൃഢമാക്കണം. കഴിഞ്ഞ നാളുകളിലെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വേദോസ്തം വായിക്കാൻ പറ്റുന്നില്ല, ആത്മീയ കൂട്ടായ്മകൾ സജീവമായി ഇടപെടാൻ പറ്റുന്നില്ല. പിന്നെ പാസ്റ്റർ നിർബന്ധിച്ചുകൊണ്ട് വരുന്നതാ. പക്ഷേ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ മനസാക്ഷി നമുക്ക് തെളിവ് തരുന്നുണ്ടെങ്കിൽ ഓർത്തോണം വ്യക്തിപരമായി എന്ത് ചെയ്യാൻ നേരമായി, പ്രാർത്ഥിക്കാൻ നേരമായി. ദാമ്പത്യ ജീവിതത്തിനകത്ത് ചില കല്ലുകടികൾ രൂപപ്പെടുന്നുണ്ടോ? നിസ്സാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങിപ്പിരിഞ്ഞ് അകന്നു പോകേണ്ടതായി വരുന്നുണ്ടോ? തമ്മിൽ മിണ്ടാട്ടമില്ലാതെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉറപ്പിന് വേണ്ടി വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ നേരമായി. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആ സമയത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി വേറിട്ടിരുന്നു. ആ സമയം ഏതാണെന്ന് ഇനി നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ഞാനതിൻ്റെ മുഖവരിയുടെ ഭാഗമാണ് പറഞ്ഞു. The time of his prayer. യേശു പ്രാർത്ഥിക്കാൻ കണ്ടെത്തിയ നേരമേതാ, ആ സമയമേതാ? തൊട്ടു പുറകിലെ വാക്യം വായിക്കണം, 6:11 വാക്യം. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ഇനി 12 തുടർന്നേ. ആ സമയത്ത് യേശു എന്തോ ചെയ്തു? പ്രാർത്ഥിച്ചു. ഏത് സമയത്ത്? ആന്റിമാർക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താ അവിടെ വായിച്ച 11 വാക്യം? അവർ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചിച്ചു. യേശുവിന് വിരോധമായി ഒരു കൂട്ടം ആളുകൾ ഭ്രാന്ത് നിറഞ്ഞവരായി വന്നു. ഇവിടെ ഭ്രാന്ത് എന്നുള്ളത് ആദ്യമേ ഞാൻ പറയാം, മാനസിക രോഗമല്ല, ഷോക്ക് ജയിക്കേണ്ടതല്ല. മന്ദിര ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഭ്രാന്ത് അല്ലത്. അസൂയയുടെ ഭ്രാന്ത്, സ്പർദ്ധയുടെ ഭ്രാന്ത്, മതഭ്രാന്താണ്. നാട് ചുറ്റി നടക്കുന്ന നന്മ ചെയ്യുന്നവൻ ആത്മാവിന്റെ നിറവ് പ്രാപിച്ച് രോഗികളെ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കി, ദുഃഖിതർക്ക് ആശ്വാസമായി, ഉണ്ടോ, വിശന്നവന് ഭക്ഷണം കൊടുത്ത് നാട്ടിന് നന്മ ചെയ്ത് നടക്കുന്നവനോടുള്ള സ്പർദ്ധ, അവനെ ഒതുക്കേണ്ടതെങ്ങനെ എന്ന ഭ്രാന്ത് നിറഞ്ഞൊരു പറ്റം ആളുകൾ. യേശു ഈ സമയത്ത് എന്തോ ചെയ്തു? അതെത്ര മാതൃകയെ നോക്കി. നമ്മളായിരുന്നെങ്കിൽ ആ ഭ്രാന്തിന് ബദൽ നടപടി വേറൊരു കൂട്ടം ഭ്രാന്തന്മാരെ സംഘടിപ്പിച്ചേന്. ആ ഭ്രാന്തിനെ കൈകാര്യം ചെയ്യാൻ വേറെ ഒരു സംവിധാനം ഉണ്ടാക്കി. യേശു നമുക്ക് കാണിക്കുന്ന ഒരു മാതൃക, ഏത് തരത്തിലുള്ള ഭ്രാന്ത് നമുക്കെതിരെ ഉയർന്നാലും പ്രാർത്ഥന മുറിയിലേക്ക് വരണം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമുക്കെതിരെയൊക്കെ ഒത്തിരി ഭ്രാന്തുണ്ട്. നമ്മുടെ നിർമ്മാണ പ്രക്രിയകൾ തുടങ്ങിയില്ലല്ലോ, തുടങ്ങുമ്പോൾ കണ്ടോണം, ഭ്രാന്ത് വരും. ഇടിഞ്ഞു കിടക്കുന്ന കല്ല് ചിതറിക്കിടക്കുകയോ മതിലിനകത്തൂടെ പാമ്പ് കയറി ആവാസം ഉറപ്പിക്കുകയോ ചെയ്താൽ ആർക്കും തൽബലത്തിന് ഒരു കുഴപ്പമില്ല. അവരുടെ മതിലിനകത്ത് ഇപ്പോൾ പാമ്പ് കൂട് വെച്ചേക്കുക. പഴയ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക, അതങ്ങനെ കിടക്കട്ടെ. നരിച്ചീറും വാവലും കീരിയും ഒക്കെ അതിനകത്ത് ഇപ്പോൾ ആവാസം ഉറപ്പിക്കും. എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അതിനകത്ത് കാടും പടലും കയറിയാൽ വലിയ സന്തോഷമാണ്. പണിയാൻ ആദ്യത്തെ കല്ല് നീ ഇളക്കിക്കഴിഞ്ഞാൽ ഉടൻ ഭ്രാന്ത് തുടങ്ങും. സൽബല്ലത്തിന്റെ ഭ്രാന്ത്, തോബിയാവിന്റെ ഭ്രാന്ത്, കണ്ടോ, ഭ്രാന്ത് തുടങ്ങും. അന്നേരം ഇല്ലാത്ത നിയമങ്ങളെല്ലാം വരും. മനസ്സിലായില്ലേ?
പുരോഗമന പ്രവർത്തനം, നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ ഭ്രാന്ത് നിറഞ്ഞവരായി ചിലർ എഴുന്നേൽക്കും. പക്ഷേ ആ ഭ്രാന്തിനെതിരെ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്തോ ചെയ്യണം? എല്ലാവരും കൂടെ വാല സെക്രട്ടേറിയറ്റിൽ പോകാമെന്നോ, അവിടുത്തെ മുഖ്യമന്ത്രിയെ കാണാമെന്നോ, MP കാണാമെന്നോ, MLA കാണാമെന്നോ, നിവേദനം കൊടുക്കാമെന്നോ ഒന്നുമല്ല. ഭ്രാന്ത് ഉയരുമ്പോൾ ഓർത്തോണം, പ്രാർത്ഥനയ്ക്ക് സമയമായി. യേശു നൽകുന്ന ഏറ്റവും വലിയൊരു മാതൃകയാണത്. മനസ്സിലാകുന്നുണ്ടോ? അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ആലോചന കഴിച്ചു. ആ സമയത്ത് യേശു എന്തോ ചെയ്തു? നമ്മുടെ അനുഗ്രഹങ്ങൾക്ക്, നമ്മുടെ വിശാലതകൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ കാര്യങ്ങൾ നമ്മൾ കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, കരുക്കൾ നീക്കുമ്പോൾ അതിനെ ബദൽ സംവിധാനം ഒരുക്കി ഭ്രാന്തമായ ഒരാവേശം പിന്നിലുണ്ട്. അതിനെതിരെ പ്രാർത്ഥിച്ചേ പറ്റൂ. നമ്മളറിയാതെ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ചില പോരുകളുണ്ട്. നമ്മുടെ നന്മയെ തടയാൻ ശ്രമിക്കുന്ന ചില പോരുകൾ നമ്മൾ അറിയുന്നില്ലത്. യേശു പത്രോസിനോട് പറയുന്നു, സാത്താൻ എത്ര പ്രാവശ്യം നിന്നെ പാറ്റിക്കളയാൻ വന്നാന്നറിയാമോ? ഞാനെന്തോ ഇതില്ല, അനുവദിച്ചില്ല. കർത്താവ് അനുവദിക്കാഞ്ഞതുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ്. വേണ്ടും പോലെ പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ ദാസൻ നമ്മെ ചാർജ് ചെയ്ത് പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രാർത്ഥനയുടെ ഒരു ആത്മാവിനാൽ നാം നിറയണം. പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് വെറുതെ ഒരു ചടങ്ങ് പോലെയല്ല. യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയണം. ചില ഭ്രാന്തന് കൂച്ചുവിലങ്ങിടുന്ന പ്രാർത്ഥനയാകണം ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നു. ഉയർന്നു വരുന്ന ചില കോട്ടകൊത്തലങ്ങൾ, ഉയർന്നു നിൽക്കുന്ന ചില വല്ലാത്ത വ്യാപാര ശക്തികളെ തകർത്തുടച്ചുകൊണ്ട്, കാലപ്പഴക്കമുള്ള ചില ദുർമന്ത്രവാദ ശക്തികളും, ചില ചെയ്ത്തുദോഷങ്ങൾ, ചില വിളിച്ചു ചൊല്ലലുകൾ, നേർച്ച കാഴ്ചകൾ, അർപ്പണങ്ങൾ, തർപ്പണങ്ങൾ, അതും ഇതുമെല്ലാം ഉണ്ട്. ഭ്രാന്ത് നിറഞ്ഞ ഒരുപറ്റം ആളുകൾ ഇതിനെതിരെ വ്യാപരിക്കുമ്പോൾ ശക്തമായി മുഴങ്കാലും അടക്കുന്ന ദൈവവൈദ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്നവരെന്ന് പകൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവർ ഭ്രാന്ത് നിറഞ്ഞ ഒരു പറ്റത്ത് നിൽക്കുമ്പോൾ മറുവശത്തെ പ്രാർത്ഥന മുറിയിൽ മുഴങ്കാലും അടക്കാൻ കഴിഞ്ഞാൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്ക്. അത് സഭാതലങ്ങൾ മാത്രമല്ല, നമ്മുടെ ഭവന ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, വ്യക്തിപരമായ ശുശ്രൂഷയുടെ തലങ്ങളിൽ അത് വെളിപ്പെടാനിടയാകും. ഹല്ലേലൂയ. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി ഞാൻ പഴയ നിയമത്തിൽ നിന്നൊരു സംഭവം, പുതിയ നിയമത്തിൽ നിന്നൊരു സംഭവം, ഭ്രാന്തന് പ്രാർത്ഥന കൊണ്ട് ചികിത്സ നടത്തിയ, ഭ്രാന്തമായി എഴുന്നേറ്റ രണ്ട് പ്രധാന വ്യക്തികളെ പ്രാർത്ഥന കൊണ്ട് കൂച്ചുവിലങ്ങിട്ട രണ്ട് സംഭവങ്ങളെ ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ ഭ്രാന്തിനെ ചികിത്സിക്കാൻ പ്രാർത്ഥനയല്ലാതെ വേറെ പോംവഴി ഇല്ലെന്നുള്ളത്. ശ്രദ്ധിച്ച് കേട്ടോണം, ശാന്തമായി പഠിച്ചാൽ മതി. വലിയൊരു ഉണർവിൻ്റെ ആവേശത്തിലേക്കൊന്നും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. ആശയങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായി ആശയമുള്ളിൽ ആഴ്ന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആരാധിച്ചോണം. ആരാധിപ്പിക്കുന്നില്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിനെതിരെ ഉണ്ടായ ഭ്രാന്തന് യേശു എന്തോ ചെയ്തു? പ്രാർത്ഥിച്ചു. അതൊരു വലിയ പാറ്റേൺ ആണ്, ഒരു മാതൃകയാണ്. നമ്മളും അതാ ചെയ്യാൻ പോകും. നമുക്ക് പലപ്പോഴും പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് പറ്റിയിട്ടുള്ളത്, ഉയർന്നു വരുന്ന പല പ്രതിസന്ധികൾക്ക് നമ്മൾ രാഷ്ട്രീയമായ നിലപാടെടുത്തു. നമ്മുടെ കൂട്ടത്തിൽ ആരാ നിൽക്കുക? നമ്മുടെ ജനറൽ കൺവെൻഷന് വരെ രാഷ്ട്രീയ നേതാക്കന്മാർ വന്ന് പ്രൈസ് ദി ലോർഡ് പറഞ്ഞു വോട്ടാക്കി മാറ്റാൻ. അവിടെ മർമ്മം തെളിയിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിന്ന പ്രൈസലോടും സ്വോത്രവും പറയാത്ത പുള്ളികൾ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രൈസലോട് കേട്ടപ്പോൾ ആത്മാവിലങ്ങ് ആരാധിക്കുകയായിരുന്നു. നമ്മുടെ ഒരുമാതിരി ഇരട്ടത്താപ്പുണ്ടല്ലോ, അതൊക്കെയാണ്. അതുകൊണ്ട് എന്നെ ഗുണമുണ്ടായി. തല്ലുകൊണ്ടുള്ളവരൊക്കെ തല്ലുകൊണ്ട്, പള്ളി പൊളിക്കേണ്ടവർ അതൊക്കെ അവർ പൊളിച്ചു, ഇന്നും പൊളിച്ചുകൊണ്ടിരിക്കുക, ഇന്നും തല്ലുകൊണ്ടുകൊണ്ടിരിക്കുക. വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ നമുക്കെതിരെയുള്ള ഭ്രാന്തിനെതിരെ ഒറ്റ പോംവഴിയുള്ളൂ: പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. പ്രാർത്ഥിച്ചാൽ അത് മഹത്തായിരിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിക്കും. നോക്ക്, ഞാൻ പറയാം പഴയ നിയമത്തിൽ നിന്നൊരു ഉദാഹരണം. പഴയ പുതിയ നിയമങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ചിന്തയെ സാധൂകരിക്കാൻ രണ്ട് സംഭവങ്ങൾ തരാം. പഴയ നിയമത്തിലൊരു ഭ്രാന്തൻ, ഹാമാൻ എന്നാണ് പേര്. ഹാമാൻ ശൂശൻ പട്ടണത്തിൽ പാർക്കുന്ന യഹൂദന്മാരെ മുഴുവന് കൊള്ള ചെയ്യേണ്ടതിന് അവൻ ഒരുക്കിയ ഭ്രാന്തമായൊരു നീക്കം. രാജാവ് അവന്റെ കയ്യിലെ കളിപ്പാവയാണ്. രാജാവിനോട് പറഞ്ഞു എന്തായാലും അവൻ ഒപ്പിച്ചെടുത്തു. മുദ്രമോതിരം കൊണ്ട് രാജാവ് സൈൻ ചെയ്ത ഒരു രേഖ ശൂശൻ പട്ടണത്തിലെല്ലാം അവൻ പരസ്യം ചെയ്തു. ശൂശൻ പട്ടണത്തിൽ പരസ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ പട്ടണത്തിലുള്ളവർ മുഴുവനും എന്ത് ചെയ്തു പോയെന്നാ വായിക്കുന്നേ? കലങ്ങിപ്പോയി. വായിച്ചിട്ടുണ്ടോ? അവരാകപ്പാടെ നിലവിളിക്കാൻ തുടങ്ങി. നിലതെറ്റുമ്പോൾ ഉള്ള വിളിയെയാണ് ഈ നിലവിളി എന്ന് പറയുന്നത്. ഇനി ഒരു രക്ഷയില്ലെന്ന് വരുമ്പോൾ ഉള്ള കരച്ചിൽ. എല്ലാ കരച്ചിലിനും നിലവിളി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നിലതെറ്റുമ്പോൾ ഉള്ള വിളിയാണ് എന്തോന്ന്? നിലവിളി. ശൂശൻ പട്ടണം നിലവിളിച്ചു, ഭയങ്കരമായി നിലവിളിച്ചു.
ഒരു 2 വാക്യം ഞാൻ തരാം. എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്ന് 2 വാക്യം തരാം. വായിച്ച്. എസ്തേർ 3:15 വാക്യം. അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി. ശൂശൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. ശ്രദ്ധിച്ചോണം. രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു. ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ശൂശൻ പട്ടണത്തിൽ മുഴുവൻ യഹൂദ കുടുംബങ്ങളെ കൊള്ള ചെയ്യുവാൻ, പുരുഷന്മാരെ നിഗ്രഹിക്കുവാൻ, കുഞ്ഞുകുട്ടികളെ ഇല്ലാതെയാക്കാൻ, സ്ത്രീജനങ്ങളെ അപമാനപ്പെടുത്തുവാൻ, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമൊക്കെ ഉണ്ടായേക്കാവുന്ന ദുരന്തം പുറത്തു പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നരാധമനായ ഹാമാൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ. അവന്റെ അതേ ജനസിൽപ്പെട്ട കുറെ ആളുകൾ കൊള്ള ചെയ്യാൻ കയറാൻ പോവുകയാണ്. അടുത്ത 3 ദിവസം രാജാവ് മുദ്രമോതിരം കൊണ്ട് ഉറപ്പാക്കിയ ഈ ലിഖിതം അവിടെ പാരായണം ചെയ്തു കഴിഞ്ഞപ്പോൾ കേട്ടവർ മുഴുവനും അകം കത്തി. ശൂശൻ പട്ടണം മുഴുവനും എന്ത് ചെയ്തു പോയി? കലങ്ങിപ്പോയി. രാജാവ് ഹാമാനും എന്ത് ചെയ്യാനിരുന്നു? എന്നാ കുടിപ്പാനിരുന്നു. എന്നാ കുടിക്കാൻ ആൻറ്റി? കരിങ്ങാലി വെള്ളമോ, പെപ്സി, മിറാൻഡ്, കൊക്കക്കോള? അതൊന്നും അല്ല, മദ്യപാന രാത്രിയാണ്. അതിൻ്റെ നോട്ട്സിൽ കൊടുത്തിരിക്കുന്ന വിശകലനം അതാ, മദ്യപാന രാത്രി. അനേക കാലങ്ങളായി തന്നെ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന യഹൂദ വിദ്വേഷത്തെ കാര്യമായിട്ട് പ്രതികാരം ചെയ്യുവാൻ രാജാവ് തനിക്ക് അനുമതി തന്നതിൻ്റെ സന്തോഷം കൊണ്ട് രാജാവിനെ ട്രീറ്റ് ചെയ്യുകയാണ് അവൻ ആ രാത്രിയിൽ. രാജാവ് ഹാമാൻ എന്ന് പറഞ്ഞ 2 പേരല്ല, അവൻ്റെ ഉപദേശക സമിതിയിൽപ്പെട്ട മന്ത്രി പുങ്കവന്മാർ അടക്കം സകലരുണ്ട്. ഒരു വലിയ കൂട്ടമുണ്ട്. ഹാമാന്റെ ചെലവാണ് ആ രാത്രിയിലെ സകല കാര്യങ്ങളും. സന്തോഷം ആഘോഷിച്ച് ഭയങ്കരമായിട്ട് ഉണ്ടോ. അപ്പൊ ആരുടെ ഭ്രാന്താണ് അവിടെ? ഹാമാന്റെ ഭ്രാന്ത്, അസൂയയുടെ ഭ്രാന്ത. യഹൂദജനത്തിന്റെ വളർച്ച, പ്രവാസികളായിട്ട് അവിടെ വന്ന, യുദ്ധത്തടവുകാരായി വന്നതാ. പക്ഷെ കാലങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ അവരവിടുത്തെ ഏറ്റവും വലിയ ധനികരായി മാറി. അതുകൊണ്ട് അവരോടുള്ളതായിരിക്കുന്ന വൈരാഗ്യം. ഇവിടെ പലർക്കും നമ്മളോടുള്ള വൈരാഗ്യം എന്ന് പറയുന്നത് എന്തുവാ? ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹം കണ്ടിട്ടുള്ള വൈരാഗ്യമുള്ളൂ. ദൈവം നമ്മെ നടത്തുന്നു. അലമുറയില്ല, നിലവിളിയില്ല, എടുത്തെറിയലില്ല, തല്ലിപ്പൊട്ടിക്കലില്ല, പോലീസില്ല, കേസില്ല, നമ്മളെ തിരക്കി പോലീസ് ജീപ്പ് വരുന്നില്ല. സമാധാനത്തോടെ കഴിയുന്നതിൻ്റെ ആ ഒരു വൈരാഗ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കെന്തോ, നമ്മളെന്തോ ആർക്കാ ദോഷം ചെയ്യും? അല്ല, ഇവിടെ പ്രസിഡന്റ് മുതൽ താഴെ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള മുഴുവൻ തസ്തികകളിലുമുള്ള സകല ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി നെഞ്ച് ഉരുകി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമാണ് പെന്തക്കോസ്ത് ജനത. അങ്ങനെ പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുള്ള പുസ്തകമാണ് നമ്മൾ ചുമക്കുന്നത്. ഇവിടെ സകലർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലേ? പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സമൂഹത്തിന് എന്ത് ദോഷമാണ് ചെയ്യുന്നത്? എന്നിട്ടും എന്തെല്ലാം പ്രതിസന്ധികളാണ്. അപ്പൊ ഹാമാന്റെ നരാധമമായ ഭ്രാന്താണ്. യഹൂദനും അതേപോലെ തന്നെ. ഇവിടുത്തെ കണ്ടുപിടുത്തങ്ങൾ, ഇവിടുത്തെ അന്നത്തെ പുരോഗമനാശയങ്ങളെല്ലാം അവരുടെ തലയ്ക്കകത്തുനിന്ന് വന്ന, എന്നിട്ടും അവരെ ഉന്മൂലനാശം ചെയ്യാൻ, പരിച്ഛേദമില്ലാതാക്കാൻ ഹാമാൻ എന്ന ഭ്രാന്തൻ. ഈ ഭ്രാന്തന് ചങ്ങലയിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥന എന്ന വെളിപ്പാട് കിട്ടിയ ഒരു മനുഷ്യനുണ്ട്. അവന്റെ പേരാണ് മൊർദെഖായി. മൊർദെഖായി എന്തോ ഇതു ആ സമയത്ത് ശൂശൻ പട്ടണം കലങ്ങിപ്പോയപ്പോൾ മൊർദെഖായി കലക്കമില്ലാത്ത മനസ്സുമായി പ്രാർത്ഥിക്കാനിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു. അന്ന് അന്തപുരത്തിലിരിക്കുന്ന എസ്തേറിനോട് പറഞ്ഞു, ഈ സമയത്ത് നീ എന്തോ ചെയ്യരുത്? മിണ്ടാതിരിക്കരുത്, പ്രാർത്ഥിച്ചോണം. ഭ്രാന്തളയി വരിക. ഹാമാന്റെ ഭ്രാന്തതയെ നടപ്പാക്കാൻ പോവുകയാണ്. നീ മിണ്ടാതിരുന്ന് കളയരുത്. അരമനയിലായതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്, സ്വയം പര്യാപ്തതയിലെത്തി എന്ന് വിചാരിക്കരുത്. ഇവിടെ നിന്റെ ജനം നശിച്ചു പോകും. മിണ്ടാതിരിക്കരുത്, പ്രാർത്ഥിച്ചോണം. അതൊരു വലിയ ദൂതാണ് കേട്ടോ. സഭ മിണ്ടാതിരിക്കരുത്, എല്ലാവരും പ്രാർത്ഥിച്ചോണം. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചോണം. എല്ലാവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന രീതിയുണ്ടോ സഭയ്ക്കകത്ത്? കർത്താവേ, ഞങ്ങളുടെ സഭയിലുള്ള കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ, വിധവമാരെ എല്ലാം അനുഗ്രഹിക്കണേ, അനാഥരെ എല്ലാം അനുഗ്രഹിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എളുപ്പവഴിയിലെ ക്രിയയാണ് നമ്മുടെ വാചകങ്ങൾ ശ്രദ്ധിച്ചാൽ. ഞങ്ങളെ പ്രായം ചെന്ന അപ്പച്ചമാരെ അമ്മച്ചമാരെ ഒക്കെ അനുഗ്രഹിക്കും, കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണം. നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളുടെ എല്ലാം പേര് കാണാതെ അറിയാവുന്ന എത്ര പേരുണ്ട്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന, യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമൂവേൽ 2 ശമൂവേൽ, നാഗരാതി പറയുന്നത് പോലെ നമ്മുടെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും പേരറിയാവുന്ന എത്ര പേരുണ്ട്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ സഭയിൽ ചോദിച്ചാൽ ആരും മറുപടി പറയും? 10ൽ ഇപ്പോൾ ചേർന്ന എത്ര പേരുണ്ട്? 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നിൽക്കുന്ന എത്ര പേരുണ്ട്? +1 എത്ര പേരുണ്ട്? 2ാം ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ഈ വർഷം പുതിയ കുഞ്ഞുങ്ങൾ എത്ര പേര് സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി? ഇതൊക്കെ അറിയാവോ? പല വിശ്വാസികൾക്കും ഇത് അറിയത്തില്ല. നമ്മൾ ആകെപ്പാടെ പറഞ്ഞ് ശീലിച്ചൊരു കാര്യം, ഞങ്ങളുടെ സഭയിലെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണേ. അപ്പോൾ ഈ സഭയിലുള്ള കുഞ്ഞുങ്ങൾ ഏതാണെന്ന് കർത്താവ് തപ്പിയെടുത്ത് അനുഗ്രഹിക്കണം. നമ്മൾ കർത്താവിന് പണി കൊടുക്കുക. നമ്മുടെ പ്രാർത്ഥനയല്ല അങ്ങനെ, കർത്താവിന് പണി കൊടുക്കുക. കർത്താവേ, കോടാനുകോടി സ്തോത്രം. കോടി ഗുണം കോടി എത്രയാണ്? കാൽക്കുലേറ്റർ എന്നാ പിടിച്ചു. കർത്താവിന് പണി കൊടുത്തോണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ.
പ്രാർത്ഥിക്കാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മുഴുവൻ ആളുകളുടെയും പേര് പറയണം. പാപ്പച്ചാൻ, കറിയാച്ചാൻ, തങ്കച്ചാൻ, അന്നമ്മ, ചിന്നമ്മ, ശോശാമ്മ, മേഴ്സി, ഷൈനി, ജെസി, മാത്യു, എബി എന്ന് പറഞ്ഞ് അങ്ങ് തോട്ടങ്ങനെ ഒരു കോണിന്ന് വീട്ടുപേരെങ്കിലും കാണാതെ പഠിക്കണം. ആ വീട്ടിനകത്തുള്ളവരുടെയെങ്കിലും പേര് കാണാൻ പഠിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. പഠനം നടത്തുന്ന എത്ര പേരുണ്ട്? ഉപരിപഠനം നടത്തുന്ന എത്ര പേരുണ്ട്? ഉപജീവനത്തിന് വഴി തേടുന്ന എത്ര പേരുണ്ട്? ഇവരൊക്കെ കാറ്റഗറിയായി തിരിക്കണം. അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ഇതൊന്നും സ്ഥല എസ് ഐ പറയത്തില്ല, അതിനെ വരുന്ന എസ് ഐമാർ ഇതൊക്കെ പറയും, അറിയാമോ? അതുകൊണ്ട് കേട്ട് പഠിച്ചോണം. പ്രാർത്ഥനയ്ക്കൊരു സ്റ്റൈല് തന്നെ ഉണ്ടാക്കണം. ചിലർ പ്രാർത്ഥിക്കത്തേയില്ല, കാരണം അവർ അന്തപുരത്തിലെത്തി. കണ്ടോ, അവരേറ്റവും മെച്ചമായ തട്ടകത്തിലെത്തി, സ്വയം പര്യാപ്തതയിലായി. അതുകൊണ്ട് അവരങ്ങനെ സ്റ്റൈലായിട്ടിരിക്കുക. വിദേശത്തുനിന്ന് വരുന്ന നോട്ടുകളുണ്ട്, അത് ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്തിട്ട് റിയാൽ വേറെ, ദറംസ് വേറെ, യൂറോ വേറെ, ഡോളർ വേറെ, പൗണ്ട് വേറെ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ബാങ്കുമായിട്ടൊക്കെ നല്ല സെറ്റപ്പായി. പിന്നെ ഞാൻ എന്തിന് പ്രാർത്ഥിക്കണം? അനുഗ്രഹിക്കണം. കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്നെ അനുഗ്രഹിക്കാൻ. മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നില്ല. ഈ സംഭവം ഇങ്ങനെ നമ്മൾ മുൻപോട്ട് പോയാലുണ്ടല്ലോ, കനത്ത ഒരു വിഷയം കർത്താവ് അങ്ങോട്ട് തരും. പിന്നെ തലയും കുത്തി നിന്ന് പ്രാർത്ഥിക്കാതെ രക്ഷപ്പെടത്തില്ലെന്നൊരു സ്ഥിതിയിലേക്ക് വരും. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട നേരത്ത് അതാ പറഞ്ഞേ, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ, സ്വയം പര്യാപ്തതയിലെത്തിയ ഈ നേരത്ത് നീ മിണ്ടാതിരുന്നാൽ. അപ്പം എസ്തേറും പ്രാർത്ഥിക്കാൻ തുടങ്ങി. രണ്ടുപേരും ശക്തമായി പ്രാർത്ഥിച്ചു. 3:15 നമ്മൾ മുമ്പേ വായിച്ച്. ഈ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിന് ബദൽ ഒരു വാക്യം ഞാൻ തരാം. 3:15 മറക്കരുത്. അതിന് ബദൽ വേറൊരു വാക്യം തരുന്നു. 8:15 വായിച്ച്. എസ്തേർ തന്നെ 8-ാം അധ്യായം 15-ാം വാക്യം. ശൂശൻ പട്ടണം എന്തോ ഇതു എന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാം. 3:15 എന്തോ വായിച്ചേ? ശൂശൻ പട്ടണം കലങ്ങിപ്പോയി. 8:15 എന്തോ വായിച്ചേ? ആർത്ത് സന്തോഷിച്ചു. ഇതിനിടയിൽ എന്തോ വെച്ചാൽ സംഭവിച്ചേ? അങ്ങളെ എന്തോ ഇതിനിടയിൽ സംഭവിച്ചത്? ഇതിനിടയിൽ സംഭവിച്ചത് ആത്മഭാരമുള്ളവന്റെ പ്രാർത്ഥനയാണ്. ആത്മഭാരമുള്ളവന്റെ പ്രാർത്ഥന ഉയർന്നപ്പോൾ ഹാമാന് ദൈവം കൂച്ചുവിലങ്ങിട്ടു. ഹാമാന്റെ ഭ്രാന്തിനെ ദൈവം കൈകാര്യം ചെയ്തു. ഭ്രാന്ത് നിറഞ്ഞ ഹാമാൻ കൂട്ടിലായി ഇപ്പോൾ. അപ്പൊ ദൈവസഭ പ്രാർത്ഥിച്ച വല്ലതും നടക്കുമെന്ന് നിങ്ങൾ പറ. ഭ്രാന്ത് നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ യേശു എന്തോ ചെയ്തു? പ്രാർത്ഥിച്ച് കാണിച്ചു. ഇതും മൊർദെഖായി കാണിച്ചു തന്ന അതേ മാതൃക തന്നെയാണ്. ഹാമാന്റെ ഭ്രാന്തിന് പകരം മൊർദെഖായി എന്തോ ചെയ്തു? പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ എന്തോ സംഭവിച്ചു ഇവിടെ? ആ വാക്യം എഴുതിയിരിക്കുന്ന അധ്യായം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹാമാന്റെ ഭ്രാന്തിന് കർത്താവ് 8ന്റെ പണി കൊടുത്തെന്ന് പിള്ളേർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? പുതിയ ഭാഷ 8ന്റെ പണി കൊടുത്തെന്ന്. അത് എത്ര അധ്യായത്തിൽ എഴുതിയേക്കുന്നത് നോക്കി? 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ 8:15 എഴുതിയിരിക്കുന്നു. അവൻ യഹൂദന് പണി കൊടുത്താണ് 3:15. തമ്പുരാൻ തിരിച്ചൊരു പണി കൊടുത്തതാണ്. എവിടെ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. ഉയർന്നു വരുന്ന ചില പ്രതിസന്ധികൾക്ക് പരിഹാരമായി പ്രാർത്ഥിക്കാൻ സഭ മനസ്സാകുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹാമാന് വേണ്ടി അവൻ ഒരുക്കിയതായിരിക്കുന്ന കഴുകുമരത്തിൽ ഹാമാനെ തൂക്കി. പക്ഷേ മൊർദെഖായി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. എസ്തർ രക്ഷപ്പെട്ടു. കണ്ടില്ലേ? ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായ ആ ഒരു സംഭവം നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. എത്ര വലിയ ഭ്രാന്തമായ നീക്കം നമുക്കെതിരെ ഉണ്ടായാലും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ അത് തോൽപ്പിക്കുകയില്ല. പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ്. 3:15 കലക്കം മാറ്റി 8:15 ആർപ്പ് നമുക്ക് നൽകിത്തരാൻ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുതൽ നെഞ്ചകത്തിൽ പല കലക്കവുമായി വന്നിട്ടുള്ളവരുണ്ട്. അതെങ്ങനാവും? സ്കാനിങ് റിപ്പോർട്ട് ഇങ്ങനെ അതെങ്ങനായി തീരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ളൊരു കലക്കം, ഉള്ളിൻ്റെ ഉള്ളിലൊരു കലക്കവുമായി നിൽക്കുന്നവരുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന വേണ്ടുമണ്ണമാണ് ചെയ്യുന്നതെങ്കിൽ ആ കലക്കം മാറ്റി പകരം കർത്താവ് ആർപ്പ് തരുക തന്നെ ചെയ്യും. ഭാവിയെക്കുറിച്ചുള്ള കലക്കം മാറ്റും കർത്താവ്, ആർപ്പ് തരും. പ്രൈസ് ദ ലോർഡ്. ഈ ആലയത്തെ ഇതിനേക്കാൾ പ്രൗഢിയോടെ, ഇതിനേക്കാൾ മെച്ചമായ നിലയിൽ, ഇതിനേക്കാൾ ആത്മാക്കളോടുകൂടെ നിങ്ങൾ കാണുമ്പോൾ ഉള്ളിലെ കലക്കം മാറി ഉള്ളൊരു വലിയ ആത്മസന്തോഷത്തിലേക്ക് ദൈവം നയിക്കും. അതിന്റെ പ്രാരംഭ നടപടികളാണ് ഈ ദിവസങ്ങൾ ഇവിടെ നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്ക്.
ഓ, അത്ഭുതകരമായ ദൈവപ്രവൃത്തിയുടെ വ്യാപാര ശക്തി നമ്മുടെ കൂടിവരവിൽ, നമ്മുടെ ഇടവകയിൽ നടക്കുവാൻ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. മിണ്ടാതിരിക്കരുത് ഈ ദിവസങ്ങളിൽ. ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയാം, ജോബ് സെക്യൂരിറ്റി അടക്കമുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. നാട്ടിലെ കാര്യങ്ങൾ, അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ, പല വിഷയങ്ങൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ടാകാം. ഒറ്റ കാര്യം, ഭ്രാന്തമായ ചില നീക്കങ്ങളുടെ മുമ്പിൽ ചകിതമായി പോകരുത്. പകരം മുട്ടുകുത്തണം ദൈവസന്നിധിയിൽ. കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ തന്റെ കയ്യൊപ്പ് പതിപ്പിക്കും. രാജാവിന്റെ മുദ്രമോതിരം കൊണ്ട് ഒപ്പിട്ടിരിക്കുന്നു എന്നോർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഏതാണ്ടൊരു വലിയ നേതാവിന്റെ ഒപ്പ് ചാർത്തപ്പെട്ടു എനിക്കെതിരെയുള്ള രേഖയിൽ, അങ്ങനെ ചിന്തിക്കേ വേണ്ട. അതിന്റെ മീതെ ഉടയവന്റെ കയ്യൊപ്പ് പതിഞ്ഞാൽ നിന്റെ രേഖ, എതിരായി എഴുതിയ രേഖ 8 മടക്കി മാറ്റിവെച്ചിട്ട് ഇതുവരെ ഉള്ളിലുള്ളതായിരിക്കുന്ന സകല സന്താപങ്ങളും സങ്കടങ്ങളും മാറ്റി ഏറ്റവും വലിയ നന്മയിലേക്കും ആനന്ദത്തിലേക്കും ആമോദത്തിലേക്കും ആഘോഷത്തിലേക്കും ആഹ്ലാദത്തിലേക്കും ദൈവം കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. 3:15 പകരം 8:15. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നാം പടിയിറങ്ങുകയാണ്. അടുത്തത് പുതിയ നിയമത്തിൽ ഒരു ഭ്രാന്തനെ കൈകാര്യം ചെയ്ത്, പ്രാർത്ഥിച്ചത് കൊണ്ട് കൈകാര്യം ചെയ്തൊരു സംഭവം കൂടെ പറയാം. സ്തോത്രം. പുതിയ നിയമത്തിലെ ഭ്രാന്തൻ ആരാന്നറിയാമോ? ദൈവസഭയെ മുടിക്കാൻ, ഉപദ്രവിക്കാൻ, തകർക്കാൻ, ഇല്ലാതെയാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ബെന്യാമിൻ ഗോത്രജൻ ശൗൽ. അവനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്, ഞാൻ അത്യന്തം ഭ്രാന്ത് നിറഞ്ഞവനായി. ശൗൽ ഭ്രാന്തനാണെന്ന് ശൗല് തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്. എവിടെയാ വാക്യം? 26:11 വാക്യം വായിച്ച അപ്പോസ്തലപ്രവൃത്തി 26:11. എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് നിറഞ്ഞ് അന്യപട്ടണങ്ങളോളം ചെന്നവരെ ഉപദ്രവിച്ചു. ശൗലിനെ കുറിച്ച് പഠിക്കുമ്പോൾ മറക്കരുതാത്തൊരു വാക്യമാണിത്. ശ്രദ്ധിച്ചു കേട്ടെ. 9-ാം അധ്യായം, 22-ാം അധ്യായം, 26-ാം അധ്യായം, 3 അധ്യായങ്ങളാണ് ശൗലിന്റെ മാനസാന്തര വൃത്താന്തം എഴുതിയിരിക്കുന്നത്. 9, 22, 26. അതിൽ 26:10-11 വാക്യമാണ് ഇപ്പം നമ്മൾ വായിച്ചത്. ശൗൽ തൻ്റെ അവസ്ഥയെക്കുറിച്ച്, പൂർവ്വകാലാവസ്ഥയെക്കുറിച്ച്, ക്രിസ്തുരഹിത കാലത്തെക്കുറിച്ച്, ക്രിസ്തു വിരോധ കാലത്തെക്കുറിച്ച്, ന്യായപ്രമാണത്തിലെ ഭ്രാന്ത് നിറഞ്ഞവനായി, യഹൂദ മതം, ജുഡായിസം, അതിൻ്റെ ഭ്രാന്ത് നിറഞ്ഞവരായി പ്രവർത്തിച്ച കാലഘട്ടത്തെക്കുറിച്ച് താൻ തന്നെ പറയുക. ശൗലിനെ കുറിച്ച് വേറെ ആരും പറയുകയല്ല, താൻ തന്നെ പറയുന്നു, ഞാൻ അത്യന്തം ഭ്രാന്ത് നിറഞ്ഞവനായി. കണ്ടോ? അപ്പൊ ക്രൈസ്തവ സഭയെ മുട്ടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഇവൻ ഭ്രാന്തനായിരുന്നു. നിരവധി ആളുകളെ നിഗ്രഹിച്ചു. സ്തെഫാനോസ് അടക്കമുള്ള ഉന്നത പ്രഭാഷകരെ, വാഗ്മിത്വത്തിന്റെ വരദാനമായ സ്തെഫാനോസിനെ കൊന്നത് ശൗലിന്റെ സമ്മതത്തോടെയായിരുന്നു. കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒത്തിരി പേര്. ഒരു പ്രത്യേക കാര്യം പറഞ്ഞു, സ്ത്രീകളെയും പുരുഷന്മാരെയും പിടിച്ചിഴച്ചു. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയുണ്ട്. ആ പരിഗണന പോലും കൊടുക്കാതെ അവരെയും പിടിച്ചെന്തോ ചെയ്തു? ഇഴച്ചു കളഞ്ഞ ഒരു നിലപാടാണ് ഇവനെടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ സഭ എന്ത് ചെയ്തിട്ടുണ്ടാകണം? ഇങ്ങനൊരുവൻ സഭയ്ക്കകത്ത് ഇറങ്ങിയപ്പോൾ സഭ എന്ത് ചെയ്തിട്ടുണ്ടാകണം? സഭ പ്രാർത്ഥിച്ചു എന്ന് കൃത്യമായൊരു വാക്യം തരാൻ എനിക്കില്ല. പക്ഷെ സഭ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിലൂടെ ബോധ്യമാകും. മുമ്പേ ഞാൻ തന്ന പോലെ 2 വാക്യങ്ങൾ തരാം. സഭ പ്രാർത്ഥിച്ചതിന്റെ അനന്തരഫലമായി സംഭവിച്ചത് എന്തുവാണെന്നറിയാൻ 8-3 വാക്യം വായിച്ച് അപ്പോസ്തലപ്രവൃത്തി 8:3 വാക്യങ്ങളെ വാക്യം കൊണ്ട് കണക്ട് ചെയ്താണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, 8-3 വാക്യം വായിച്ച്. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചു പോന്നു. എന്നിട്ട് ദൈവസഭയെ മുടിച്ചു പോന്നു. ദൈവസഭയെ മുടിച്ചു പോന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് യേശു പറഞ്ഞ വാചകത്തെ കാറ്റിൽ പറത്തിയിട്ട് എന്ന വണ്ണം ഒരുവൻ സഭ എന്തോ ഇത് പോന്നു? മുടിച്ചു പോന്നു. ഡോക്ടർ ലൂക്കിന്റെ വിവരണമാണത്. മുടിച്ചു പോന്നു. അതിന് ആ തുടക്കം കണ്ടോ? ശൗൽ വീട് തോറും. അപ്പൊ വീട് തോറും തല്ലാനും കൊല്ലാനും കയറി ചെന്ന ഒരുവന് വേണ്ടി സഭ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ പറ. പ്രാർത്ഥിച്ചിട്ടുണ്ട്, ശക്തമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പത്രോസിനെ തടവിലേൽപ്പിച്ചപ്പോൾ സഭ എങ്ങനെ പ്രാർത്ഥിച്ചു? വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ സഭയെ മുടിക്കാൻ ഒരുവൻ ഇറങ്ങിയപ്പോൾ സഭ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഭ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി ഭയങ്കരമായി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. സഭ പ്രാർത്ഥിച്ചു എന്നുള്ളൊരു തെളിവ് ഞാൻ തരാം. 8:3 മുമ്പേ നമ്മൾ 3:15 8:15 വായിച്ച പോലെ ഈ ഭ്രാന്തനായ ശൗലിനെ കൈകാര്യം ചെയ്ത രീതി പഠിക്കാൻ 2 വാക്യങ്ങൾ തരാം. 1:8-3 ഇപ്പോൾ വായിച്ചു കേട്ടല്ലോ. ശൗൽ വീട് തോറും ചെന്ന്. ഇതിന് ബദലൊരു വാക്യം തരാം. 20-20 വാക്യം വായിച്ച അപ്പോസ്തലപ്രവൃത്തി 20:20.
അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20:20 കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളെ അറിയിച്ചു. ഓ, ആ വാക്യത്തെ കണക്ട് ചെയ്തോ? നിങ്ങൾ മനസ്സുകൊണ്ട് അതിനെ അന്ന് സങ്കല്പിച്ചോ? 8:3 എന്ത് ചെയ്തു എന്നാ വായിച്ച? വീട് തോറും ചെന്ന് തല്ലി, വീട് തോറും ചെന്ന് കൊല്ലാൻ, തല്ലാൻ വീട് തോറും കയറി. 20:20 വീട് കയറുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? തല്ലാനല്ല, സുവിശേഷം അറിയിക്കാൻ. സ്തോത്രം പറയാമോ? ഇതിന്റെ കാരണം എന്താ? സഭ പ്രാർത്ഥിച്ചതാണ് കാര്യം. സഭ പ്രാർത്ഥിച്ചപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതാണ്. ആന്റിമാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ? പുറയിലൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അങ്ങളെ മനസ്സിലാകുന്നുണ്ടോ സംഭവം? 8:3 വീട് കയറിയത് എന്തിനു വേണ്ടിയായിരുന്നു? തല്ലാനാണ്, ഉപദ്രവിക്കാൻ, ദൈവസഭയെ ഉപദ്രവിക്കാൻ, മുച്ചൂട് മുടിച്ചു കളയാനാ, പരിച്ഛേദം ഇല്ലാതാക്കാനാ. പക്ഷേ 20:20 ഇപ്പോൾ വീട് കയറുന്നത് എന്തിനു വേണ്ടിയാ? സുവിശേഷം അറിയിക്കുവാൻ. സഭ പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അന്നും ഇന്നും സഭ പ്രാർത്ഥിച്ചാൽ ഇത് തന്നെയാണ് സംഭവിക്കുക. ചില വ്യക്തികളെ വെച്ച് പ്രാർത്ഥിക്ക്. വീട്ടിൽ അലോസരമുണ്ടാക്കുന്ന, വീട്ടിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന, നാട്ടിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന, വീട്ടുകാർക്ക് തലവേദനയായ ചില വ്യക്തികളെ വെച്ച് പ്രാർത്ഥിക്ക്. അവൻ വീടിന് നാളെ ഗുണമായി മാറും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. മദ്യത്തിന്റെ ആസക്തി കൊണ്ടോ മറ്റുതര ദുശീല ദുർഗുണങ്ങൾ കൊണ്ടോ വീടിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ചില വ്യക്തികളെ വെച്ച് പ്രാർത്ഥിക്ക്. അവൻ നാളെ വീടിന് ഐശ്വര്യമായി മാറും. അവൻ നാളെ വീടിനെ പണിയുന്നവനായി മാറും. അത് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന വലിയ സത്യമാണെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യനെ അവനെ നിരാശപ്പെടുത്തത്തില്ല കർത്താവ്. കണ്ടോ? 8:3 20:20 കൊണ്ട് കൈകാര്യം ചെയ്യണം. കണ്ടോ? 8:3 വീട് കയറി തല്ലിയവൻ 20:20 വീട്ടിൽ കയറി എന്തോ ചെയ്യുന്നു? സുവിശേഷം അറിയിക്കുന്നു. ദൈവം വരുത്തുന്ന മാറ്റമാണ്. ദൈവം ഇങ്ങനൊരു മാറ്റം വരുത്തണമെങ്കിൽ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയാണ്. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി 1-ാം കാവൽ, 2-ാം കാവൽ, 3-ാം കാവൽ, 4-ാം കാവലും കഴിഞ്ഞ് ഇരുമ്പ് വാതിലും കൂടെ തുറന്നവനെ പുറത്തു കൊണ്ടുവരാൻ ദൂതനെ ഇറക്കിയത് സഭയുടെ പ്രാർത്ഥനയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ ചില പ്രവൃത്തികൾ വെളിപ്പെടുക തന്നെ ചെയ്യും. ചില ഏതെങ്കിലും രോഗങ്ങൾ സൗഖ്യമാകുക എന്നുള്ളത് മാത്രമല്ല, കർത്താവിന്റെ ദാസൻ മുമ്പേ പറഞ്ഞതുപോലെ കുറിക്കപ്പെട്ട ചില സംഭവങ്ങളിലേക്ക് ഉപവാസങ്ങൾ കൊണ്ടെത്തിക്കാനിടയാകും. ചരിത്രത്തിൽ എഴുതി ചേർക്കുവാൻ കാരണമായ ചില സംഭവങ്ങളിലേക്ക്, ചില ഭ്രാന്തിന് കൂച്ചുവിലങ്ങിടുന്ന, ചില അസൂയാവകമായ നീക്കങ്ങൾക്ക് ബദൽ നടപടി ഉണ്ടാക്കുന്ന, ചില വല്ലാത്ത പോരാട്ടങ്ങളെ ദൈവം കൈകാര്യം ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രതിസന്ധികളിൽ വെളിപ്പെട്ടു വരത്തക്ക നിലയിൽ ഉയർന്നു നിൽക്കുന്ന ചില കോട്ടകൊത്തളങ്ങളെ ഇടിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ പണി പുരോഗമിപ്പിക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ താങ്കൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ചില ആധിപത്യ വ്യവസ്ഥിതികളോട് ദൈവം ഇടപെടാൻ പോകുന്ന ദിവസങ്ങളാണിത്. ഓൺലൈനിനെ ശ്രദ്ധിക്കുന്നവരോട് ആത്മിക ദൂത് വിളിച്ചു പറയുന്നു. ചില ആധിപത്യ വ്യവസ്ഥിതികൾ, ചില അധികാര വ്യവസ്ഥിതികൾ താങ്കൾക്കെതിരെ ഉയർന്നു നിൽക്കുമ്പോൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്ക്. ദൈവം ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ഇരുമ്പ് വാതിൽ എന്ന് ഡോക്ടർ ലൂക്ക് എടുത്തു പറയുന്നത് ഒരു കാരണവശാലും 4 പേരുടെ സഹായമില്ലാതെ തുറക്കാൻ പറ്റാത്ത വാതിൽ സ്വർഗത്തിൽ ഒരു ദൂതൻ ഇറങ്ങി തുറക്കുകയാ. ഈ ദിവസങ്ങളിൽ സ്വർഗം തുറന്നു ചിലത് ചെയ്യാൻ പോവുകയാ. ഗ്ലോറി യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്ക്. അഭിഷേകത്തിന്റെ നിറവോടെ കർത്താവിനെ സ്തുതിക്ക്. ആത്മബലത്തോടെ കർത്താവിനെ സ്തുതിക്ക്. പ്രത്യാശയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ ജനം. ഹല്ലേലൂയ. സഭയുടെ പ്രാർത്ഥനയ്ക്ക് വേറൊരു മറുപടിയും കൂടെ അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാൻ എടുത്തു കാണിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. ചരിത്രപരമായ തെളിവ് ഞാൻ തരാം. 8, 9, 10 അധ്യായങ്ങൾ അപ്പോസ്തല പ്രവൃത്തി ചരിത്ര മാനസാന്തര വൃത്താന്തങ്ങളാണത്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒത്തിരി പേര് മാനസാന്തരപ്പെടുന്നുണ്ട്. 3000-ഓളം ആളുകൾ മാനസാന്തരപ്പെട്ട ശേഷം സ്നാനപ്പെടുന്നുണ്ട്. പിന്നെ അത് 5000, 7000 ഒക്കെ ആകുന്നു. പക്ഷേ മാനസാന്തര ചരിത്രങ്ങൾ പ്രധാനമായും 3 എണ്ണമുണ്ട്. അവരുടെ പേര് പറഞ്ഞവിടെ പറയുന്ന ചരിത്ര മാനസാന്തരങ്ങൾ 8, 9, 10 അധ്യായം. 8-ാം അധ്യായത്തിൽ ആരാ മാനസാന്തരപ്പെടുന്നത്? മഹാനും ഐത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനുമായ ആര്? ഷണ്ണൻ. പേര് പറയുന്നില്ല അവിടെ. ഐത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ മഹാനാണ് അദ്ദേഹം. ഈ ഷണ്ണൻ മാനസാന്തരപ്പെടാൻ ദൈവം ഉപയോഗിക്കുന്ന ആരെയാണ്? ഫിലിപ്പോസ് എന്ന ദൈവദാസനെ, ഫിലിപ്പോസ് എന്ന സുവിശേഷകനെ. വലിയ പേരും പ്രശസ്തിയൊന്നുമില്ല, പക്ഷേ പിന്നീട് അദ്ദേഹം പ്രശസ്തനാകുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അപ്പോസ്തല പ്രവൃത്തിയിൽ അദ്ദേഹത്തെ കാണുന്ന 21-ാം അധ്യായത്തിലാണ്. പ്രവചിക്കുന്നവരായ 4 പെൺകുഞ്ഞുങ്ങൾ. ഒരു ദൈവദാസനെ കുറിച്ച് പറയാൻ ഇതിൽ കൂടുതൽ എന്തോ വേണം? പ്രവചിക്കുന്നവരായ 4 പെൺകുഞ്ഞുങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടേ ഇല്ല ഡോക്ടർ ലൂക്ക്. എന്താണ്? അതിനു മുമ്പ് മരിച്ചു പോയതാണോ അതോ ആളില്ലയോ എന്തോ ഒരു പിടി അറിയത്തില്ല. 4 പെൺകുഞ്ഞുങ്ങളോടുകൂടെ ഒരു വീട്ടിൽ പാർക്കുന്നു. വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം ഇടത്താവളം എന്ന നില അവിടെ ശുശ്രൂഷിക്കാൻ, അവിടെ തങ്ങാൻ പറ്റുന്നു. പൗലോസും കൂട്ടത്തിലുള്ളവരും അവിടെ വരുന്നു.
അവർ കുറേ നാൾ അവിടെ പാർത്തു. 21 അധ്യായത്തിൽ വായിക്കുന്നു. അതിനുശേഷം അഗബോസ് എന്നൊരു പ്രവാചകൻ അവിടെ വരുന്നു. കണ്ടോ? അപ്പോൾ പ്രവാചകന്മാർക്കും സുവിശേഷകന്മാർക്കും എല്ലാം ഒരു ഇടത്താവളമാണ്. ആരുടെ വീട്? ഫിലിപ്പോസിന്റെ വീട്. കണ്ടോ? ആ ഫിലിപ്പോസാണ് ആരെ മാനസാന്തരത്തിൽ കൊണ്ടുവരുന്നത്? ഷണ്ണനെ മാനസാന്തരത്തിൽ കൊണ്ടുവരുന്നത്. ഇനി 10-ാം അധ്യായത്തിലെ മാനസാന്തരം ആരുടെയാന്ന് പറ? അല്ല, 10-ാം അധ്യായത്തിലെ മാനസാന്തരം കൊർന്നല്യോസിന്റെ മാനസാന്തരമാണ്. ഇറ്റാലിക എന്ന പട്ടാളത്തിലെ പട്ടാള കമാൻഡറാണ്, പട്ടാള ക്യാപ്റ്റനാണ്. അദ്ദേഹം കൈസരിയിലാണ് പാർക്കുന്നത്. ആ കൈസരിയയിൽ പാർക്കുന്ന കൊർന്നല്യോസിന്റെ മാനസാന്തരമാണ് ഏത് അധ്യായം? 10-ാം അധ്യായം. അതിനാരെ ദൈവം ഉപയോഗിക്കുന്നതെന്ന് പറ. കൊർന്നല്യോസ് മാനസാന്തരപ്പെടാൻ ആരെ ദൈവം ഉപയോഗിക്കുന്നു? പത്രോസിനെ. ഒന്നാമത്തെ പോപ്പ് പത്രോസിനോട് പറയുന്നു, നീ പോകത്തില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ വാശി പിടിക്കുമ്പോൾ ഇറങ്ങുന്നു. അന്നത്തെ കാസ്റ്റ് ഐഡന്റിറ്റി ഭയങ്കരമാണ്. പക്ക യഹൂദനായിരിക്കുന്ന പത്രോസ് ജാതിയന്റെ വീട്ടിലേക്ക് പോവുക, യോഗം നടത്തുക, അത് നടപ്പുള്ള കാര്യമല്ല. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്നണ്ടരുത്, പോകാൻ പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു. അങ്ങനെ പത്രോസ് പോയി സുവിശേഷം അറിയിച്ചിട്ട് അവർ കുടുംബമായി മാനസാന്തരപ്പെടുന്നു. കുറെ അധികം ആളുകൾ സ്നാനപ്പെടുന്നു, ആത്മനിറവ് പ്രാപിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ മടങ്ങി വരികയാണ്. 8-ാം അധ്യായത്തിൽ മാനസാന്തരം ആരാണ്? ഷണ്ണൻ. ആരെ ദൈവം ഉപയോഗിച്ചു? ഫിലിപ്പോസിനെ ഉപയോഗിച്ചു. 10-ാം അധ്യായത്തിൽ ആര് മാനസാന്തരപ്പെടുന്നു? കൊർന്നല്യോസ് എന്ന പട്ടാള ക്യാപ്റ്റനെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ദൈവം ആരെ ഉപയോഗിക്കുന്നു? പത്രോസിനെ. ഈ 2 അധ്യായങ്ങളുടെ ഇടയിലാണ് 9-ാം അധ്യായം. 9-ാം അധ്യായത്തിൽ ആരുടെ മാനസാന്തരം? ശൗലിന്റെ മാനസാന്തരം. ദൈവസഭയെ ഉപദ്രവിച്ച ഇവനെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ സഭ പ്രാർത്ഥിച്ചതുകൊണ്ട്, സഭയുടെ പ്രാർത്ഥന പരിഗണിച്ച കർത്താവ് സ്വർഗം ഒരു അപ്പോസ്തലനെയോ സുവിശേഷകനെയോ പ്രവാചകനെയോ വിടാതെ കർത്താവ് നേരിട്ടിറങ്ങി താഴോട്ട്. 9-ാം അധ്യായത്തിൽ ഒരു അപ്പോസ്തലനും വരുന്നില്ല. പിന്നെ ആരാ ഇറങ്ങുന്നേ? കർത്താവ് തന്നെ നേരിട്ടിറങ്ങുക. അഞ്ചേരി ദൈവസഭയുടെ ഒരു ആത്മീക ദൂത് പറയാൻ കർത്താവ് എന്നെ നിർബന്ധിക്കുന്നു. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഗസ്റ്റ് സ്പീക്കേഴ്സ് ആരുമല്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗസ്റ്റ് സ്പീക്കർ അല്ല. കർത്താവ് തന്നെ നേരിട്ടിറങ്ങും. സഭയ്ക്കകത്തേക്ക് കർത്താവ് നേരിട്ടിറങ്ങും. വീട്ടിനകത്തേക്ക് കർത്താവ് നേരിട്ടിറങ്ങും. കണ്ണ് നിറഞ്ഞ് നെഞ്ചകം വിങ്ങി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ കർത്താവ് നേരിട്ടിറങ്ങി കൈകാര്യം ചെയ്യും. ഈ ദിവസങ്ങളിൽ ചില മണിക്കൂറുകൾക്കകത്ത് ചില വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് പറ്റും? കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ മേൽ, ഹല്ലേലൂയ, നേരുന്ന ചില വിഷയങ്ങളുടെ മേൽ കർത്താവ് തന്നെ നേരിട്ടിറങ്ങാൻ പോവുക. ഹല്ലേലൂയ. ചില പേപ്പറിന്റെ മേൽ കർത്താവിന്റെ കയ്യൊപ്പ് വീഴാൻ പോവുക. പണഞ്ഞു വെച്ചിരിക്കുന്ന ചില പേപ്പറിന്റെ മേൽ, ചില അധികാര പത്രികകളുടെ മേൽ എന്റെ കർത്താവിന്റെ കയ്യൊപ്പ് വീഴാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. ചില കാര്യങ്ങൾക്ക് പ്രവാചകൻ വന്നാൽ മതി, ചില കാര്യങ്ങൾക്ക് ചില പാസ്റ്റർമാർ വന്നാൽ മതി, ചില കാര്യങ്ങൾക്ക് സ്ഥലം സഭ പാസ്റ്റർ മതി, ചില കാര്യങ്ങൾക്ക് ചില വിശ്വാസികൾ മതി. പക്ഷെ ചില കാര്യങ്ങൾക്ക് കർത്താവ് നേരിട്ടിറങ്ങുകയാ. ഈ ദിവസങ്ങൾ കർത്താവ് നേരിട്ടിറങ്ങി ചില കാര്യങ്ങൾ പാസ്സാക്കുന്നു എന്ന് പറഞ്ഞാൽ സഭ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. അല്പസമയം ഒരുമിച്ച് ആ കാര്യങ്ങൾ അടിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. ചില കാലപ്പഴക്കമുള്ള പോരുകളെ മാറ്റി ചില ആഗ്രഹങ്ങളെ സാധ്യമാക്കുന്ന ദൈവപ്രവൃത്തി വിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ ഇരിക്കുക. ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. കർത്താവ് നേരിട്ടിറങ്ങും. ഹല്ലേലൂയ. ചില വിഷയങ്ങളൊക്കെ നമുക്ക് പരസ്യമായിട്ട് പറയാം, ചിലതൊന്നും പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മൾ മാത്രം ആ വേദന സഹിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണം. എന്താ വിഷയം? ഞങ്ങളോട് ഷെയർ ചെയ്താട്ടെ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും, ചിലത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുടെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്നവൻ ഒരുവൻ ഇറങ്ങും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 12-ാം അധ്യായത്തിൽ പത്രോസിനെ തുറന്നു വിടാൻ കാരാഗൃഹത്തിൽ ഒരു ദൂതനെ ദൈവം ഇറക്കി. 9-ാം അധ്യായത്തിൽ ശൗലിനെ കൈകാര്യം ചെയ്തവനെ പൗലോസാക്കി മാറ്റി ദൈവസഭയുടെ സമുന്നതമായിരിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടി അവനെ ഒരുക്കിയെടുക്കാൻ കർത്താവ് തന്നെ നേരിട്ടിറങ്ങി വന്നു. നീ ആരാകുന്നു കർത്താവേ? ധാർഷ്ട്യത്തിന്റെ അഹന്തയുടെ ചോദ്യം. അവിടുന്ന് മറുപടി, നീ ഉപദ്രവിക്കുന്ന യഹോശുവ ആണ്. ഇംഗ്ലീഷിൽ ജീസസ് എന്ന, മലയാളത്തിൽ യേശു എന്നുമല്ല പറഞ്ഞത്. പക്ക എബ്രായ ഭാഷയിൽ യഹോശുവ. യഹോശുവ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന രക്ഷകൻ ഞാനാണ്, മിശിഹ ഞാനാണ്. ഓ, ആ പറച്ചിലിൽ അവന്റെ സകല വേദശാസ്ത്രവും അടിയറ വെച്ചു. ഗമാലിയൽ എന്ന് പഠിച്ച സകല ന്യായപ്രമാണത്തിന്റെ പാണ്ഡിത്യവും അടിയറ വെച്ചു. ഇസ്രായേൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യഹോശുവ അവിടുന്നാണെങ്കിൽ 9-ാം അധ്യായത്തിൽ പറയാത്ത ഒരു കാര്യം 22:10 പറയുന്നുണ്ട്. പൗലോസിന്റെ ശൗലിന്റെ മാനസാന്തര വൃത്താന്തത്തിൽ 9-ാം അധ്യായത്തിൽ പറയാത്ത ഒരു കാര്യം 22:10 പറയുന്നു. നീ ഉപദ്രവിക്കുന്ന യഹോശുവയാണ് ഞാൻ,
എന്ന് എബ്രായ ഭാഷയിൽ, തനിമയാർന്ന എബ്രായ ഭാഷയിൽ അങ്ങോട്ട് പറയുമ്പോൾ, എബ്രായ ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ശൗലിൻ്റെ കാര്യം മനസ്സിലായി. ഉടനെ ചോദിക്കുന്നൊരു ചോദ്യം 22:10, വാട്ട് ഷാൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ചോദ്യം ഇതാണ്, എന്തോന്നാ? ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തോന്നറിയാം? ഇതുവരെ എനിക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ട് നടന്നേ. കൊന്നു, മുടിച്ചു, വലിച്ചു, പിടിച്ചു, ഇഴച്ചു, തടവിലാക്കി, അതൊക്കെ എൻ്റെ ഇഷ്ടപ്രകാരം. ഗമാലിയേൽ പോലും സമ്മതിച്ചിട്ടില്ല. ഗമാലിയേൽ പണ്ടൊരിക്കൽ പറഞ്ഞത്, ദൈവികമോ ന്യായമോ ഇന്ന് ദൈവികമോ സാത്താന്യമോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? കാത്തിരുന്ന് കാണാം, അങ്ങനെ വിധി പറയാം. കാത്തിരിക്കാനാണ് എൻ്റെ ഗുരു ഗമാലിയേൽ പറഞ്ഞു. പക്ഷേ അതുപോലും ഞാൻ കേട്ടില്ല. എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അങ്ങ് യഹോശുവയാണെങ്കിൽ ഇനി എൻ്റെ ഇഷ്ടത്തിന് ഒരു സാധ്യതയുമില്ല. അവിടുന്ന് പറ, ഞാൻ എന്ത് ചെയ്യണം? What shall I do? ഈ ദിവസങ്ങൾ അതൊന്ന് ചോദിക്കാവൂ കർത്താവിനോട്. കർത്താവ്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, അവിടെ പോയി, ഇവിടെ പോയി, ഇന്നാരെ കണ്ടു, അവരെ കണ്ടു, ഇവരെ കണ്ടു, അവിടെ കാശത്തിൽ കൊടുത്തു, പക്ഷേ ആ പരിപാടിയെല്ലാം ഞാൻ വെച്ച് അവസാനിപ്പിക്കുന്നു. അവിടുന്ന് പറ, ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ കർത്താവ് പറയുന്നത് പോലെ ചെയ്യാൻ നമ്മൾ ഒരുമ്പെട്ടാൽ കാര്യം സക്സസ് ആവും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, 2 ഭ്രാന്തന്മാരെ കൈകാര്യം ചെയ്യാൻ സഭയുടെ പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ചില ഭ്രാന്തുകളെ കൈകാര്യം ചെയ്യാൻ ഒറ്റ പോംവഴിയുള്ളൂ. എന്തോ ചെയ്താൽ മതി? പ്രാർത്ഥന. അപ്പോൾ അവർ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ഓർത്ത് ആലോചിച്ചപ്പോൾ യേശു എന്തോ ഇതെന്നാണ് വായിക്കുന്നത്. അതാണ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ നേരം. ചില ഭ്രാന്ത് എഴുന്നേൽക്കുമ്പം എന്തോ ഇതോണം ഉടനെ പ്രാർത്ഥിച്ചോണം, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. ചില വ്യക്തികൾ ഭ്രാന്തമായ ആവേശത്തോടെ എഴുന്നേൽക്കും. സ്വന്തം ആളുകൾ തന്നെ ആയിരിക്കും, സ്വന്തം ആളുകൾ തന്നെ എഴുന്നേൽക്കും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന, കർത്താവേ ശത്രുക്കളിൽ നിന്ന് കാത്തോണേ എന്നാണ്. പക്ഷേ സാഹചര്യം ഇപ്പം ഈ ലോകത്തിൻ്റെ ഇന്നത്തെ വ്യവസ്ഥിതി വെച്ചിട്ട് പ്രാർത്ഥനയുടെ വാചകത്തിന് ഞങ്ങളെ ചെറിയൊരു ഭേദഗതി വരുത്തണം. കർത്താവേ മിത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തോണേ, അങ്ങനെ കൂടെ പ്രാർത്ഥിച്ചോണം. സാഹചര്യം അങ്ങനെ എത്തുക. കർത്താവേ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു, ഞങ്ങളെ സ്നേഹിതരിൽ നിന്നും ഞങ്ങൾ എന്തോ ചെയ്യണേ? അച്ചാച്ചൻ ഒത്തിരി വിഷമിച്ച് വരികയല്ലേ, വേട്ടയാടി ഒന്നും കിട്ടിയില്ലല്ലേ, ക്ഷീണിച്ച് വരികയല്ലേ, ഒരു കാര്യം ചെയ്യ്, ഇന്നാ പായസം കുടിച്ചാട്ടെ എന്നും പറഞ്ഞ് മിത്രമാണ് പായസം കൊടുക്കും. മിത്രമാണോ? സ്വന്തം അനിയൻ, സ്വന്തം രക്തം. മനസ്സിലായോ? ആവശ്യമില്ലാത്ത പായസവും ആവശ്യമില്ലാത്ത ഔദാര്യവും ഒക്കെ വാങ്ങിച്ച് കഴിക്കാതെ, കർത്താവേ ജ്ഞാനത്തോടെ നടക്കാൻ എന്നെ സഹായിക്കണേ എന്ന് എന്തോ ഇതോണം പ്രാർത്ഥിച്ചോണം. വല്ല പായസമൊക്കെ വാങ്ങിച്ച് കുടിച്ചു പോയാൽ അത് പിന്നെ ബാധ്യതയായി മാറും. അപ്പോൾ പായസം കുടിച്ച് കഴിഞ്ഞിട്ടാവും പറയുന്നത്, ജ്യേഷ്ഠാവകാശം കൊണ്ട് എനിക്ക് എന്തോ ചെയ്യണം. അങ്ങനെ പലതും ആട്ടിയറ വെക്കേണ്ടി വരും. അതുകൊണ്ട് മിത്രങ്ങളിൽ നിന്ന് കാത്തോണേ എന്ന പ്രാർത്ഥന പോലെ തന്നെ ഗൗരവമായി പ്രാർത്ഥിച്ചോണം. എന്തുവാ? ശത്രുക്കളിൽ നിന്ന് കാത്തോണേ എന്ന പ്രാർത്ഥന പോലെ തന്നെ എന്തോ പ്രാർത്ഥിച്ചോണം? മിത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചോണം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ കൂടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തുക. വേദോസം പഠിക്കുമ്പോൾ ഒത്തിരി മിത്രങ്ങൾ, യോസഫിന് 10 ചേട്ടന്മാരുണ്ടായിരുന്നു അല്ലേ? 10 ചേട്ടന്മാരും കൂടെ അവനെ പൊക്കിയെടുത്ത് എവിടെ ഇടുന്നത്? കുഴിയിലേക്ക് ഇടുന്നത്. മനസ്സിലായി? സഹോദരന്മാർ രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, ഇസാക്കർ, സെബൂലൂൻ എന്ന് പറഞ്ഞ് താഴോട്ട് എണ്ണുമ്പോൾ ഈ കുഞ്ഞനുജനെ നെഞ്ചകത്തോട്ട് ചേർത്ത് വെച്ച്, മക്കളെ ഇത്രയും ദൂരം ഞങ്ങളെ തേടി നീ വന്നല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇരുകവളത്ത് മുത്തം കൊടുക്കേണ്ടവരാ. പക്ഷേ ദേ സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞ് പാഞ്ഞെടുക്കുന്നതും അവൻ്റെ കയ്യിലുള്ളതെല്ലാം അപകരിക്കുന്നതും അവൻ സ്നേഹിച്ചു കൊടുത്ത വസ്ത്രം പിടിച്ചു പറിച്ച് ഉരിഞ്ഞിട്ട് അത് ആട്ടിൻചോരയിൽ മുക്കുന്നതും ദൂരെയുള്ളവരല്ല, സ്വന്തം സഹോദരങ്ങളാണ്. കാത്തോണേ എന്ന് പ്രാർത്ഥിക്കുമ്പം സഹോദരങ്ങളിൽ നിന്നും കൂടെ കാത്തോണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭ്രാന്ത് നിറഞ്ഞവരായി ഒരുപറ്റം ആളുകൾ നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ എന്തോ ചെയ്താൽ മതി? അധികം നീട്ടുന്നില്ല, ഞാൻ മുൻപോട്ട് പോകട്ടെ. അടുത്ത യേശുവിൻ്റെ പ്രാർത്ഥനയുടെ സ്റ്റൈലാണ്, ദ സ്റ്റൈൽ ഓഫ് ഹിസ് പ്രയർ. ഒന്നാമത്തേത് ടൈം ആയിരുന്നു, മൂന്നാമത്തേത് സ്റ്റൈലാണ്. ഇവിടെ എന്നോട് പിണങ്ങരുത് നിങ്ങൾ. പ്രായമുള്ളവരോടല്ല ഞാൻ സ്റ്റൈൽ എന്ന രണ്ടാമത്തെ ആശയത്തെ ഉപദേശിക്കാൻ പോകുന്നത്. ചെറുപ്പക്കാരോടാണ്, യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ളവരോട്, ആരോഗ്യമുള്ളവരോടാണ്. പ്രായമുള്ളവരൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. ഈ സ്റ്റൈല് നിങ്ങളോടല്ല പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പിണങ്ങരുത്. എന്നാലും ഞങ്ങളോട് ആ പുള്ളി വന്ന് അങ്ങനെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഈ ഷേപ്പ് കണ്ടിട്ട് ഈ പ്രായത്തോട് പരിഗണിക്കുക പോലും ചെയ്യാതെ ഞങ്ങളോടത് പറഞ്ഞല്ലോ എന്നൊന്നും വെറുവിറുക്കരുത്. നിങ്ങളോടല്ല, ചെറുപ്പക്കാരോട്. കുറച്ച് പേര് ഇവിടെ ഉണ്ട്, അവരോട് ഞാൻ പറയുക എങ്ങനെ പ്രാർത്ഥിക്കണം. ദ സ്റ്റൈൽ ഓഫ് പ്രയർ. യേശുവിൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. മർക്കോസ് 14 അതിൻ്റെ 35. വേഗം വായിച്ച്. മർക്കോസ് 14:30. ലൂക്കോസിൽ നമ്മൾ നേരെ, ലൂക്കോസിലുണ്ടാ വാക്യം, പക്ഷേ മർക്കോസ് അല്പം കൂടെ ക്ലാരിറ്റി തരുന്നുണ്ട്. വായിച്ച്. പിന്നെ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണു. പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. എങ്ങനെ പ്രാർത്ഥിച്ചെന്നാ ആൻറ്റി?
അല്പം മുൻപോട്ട് ചെയ്യുന്നു. വളരെ പ്രസക്തമായൊരു പ്രയോഗമാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്പം എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്പം മുൻപോട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഒരു സമയം കണ്ടെത്തണം. ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോയതാണെങ്കിൽ വേറെ ഒരിടപാടുമില്ല എന്ന നിലയിൽ എന്തോ ചെയ്യണം? തീർച്ചയായിട്ടും ഞാൻ തൊഴുതു പിടിച്ചുകൊണ്ടൊരു കാര്യം പറയാം. പ്രാർത്ഥനയ്ക്കായി നിങ്ങളൊരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ മൊബൈൽ ഫോണും ലാൻഡ് ഫോണും എല്ലാം സ്വിച്ച് ഓഫ് ആയ വലിയ കാര്യം. ചില പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും മൊബൈൽ ഫോൺ കൊണ്ട് മുമ്പിൽ വെച്ചോണ്ടാണ്. സൈലൻ്റ് ആയിരിക്കും, പക്ഷേ സൈലൻ്റ് ആണെങ്കിലും ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറും കോള് വരുമ്പോൾ. അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ദൂരെ മാറ്റി വയ്ക്കുക, ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യണം. നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ചില നേരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അറിയാമെങ്കിൽ ആ നേരം അവർ വിളിക്കത്തില്ല. ഇത് ഞായറാഴ്ച 10:30ക്കും 11 മണിക്കൊക്കെ നമ്മളെ വിളിക്കും. കാരണം അവർക്കറിയാം എപ്പോൾ വിളിച്ചാലും എന്തോ ചെയ്യും, പള്ളിയിൽ ഇരുന്നാലും ഇതെടുത്തോണ്ട് ഇറങ്ങി ഓടുമെന്നറിയാം. മനസ്സിലായി? നമ്മളെ വിളിച്ചാൽ എപ്പോഴും വിളിപ്പുറത്ത് നമ്മളെ കിട്ടുമെന്ന് അവർക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് എപ്പോൾ വേണേലും വിളിക്കും. പക്ഷേ ഞങ്ങളെയൊന്നും അങ്ങനെ 11 ഞായറാഴ്ച ഒരു 2 മണി കഴിയാതെ ഒരൊറ്റ മണിനും വിളിക്കത്തില്ല, ഭാര്യ പോലും വിളിക്കത്തില്ല. അവർക്കറിയാം യോഗം തീർന്ന് ഞങ്ങൾ ഇറങ്ങുന്നു. രാത്രി ഒരു 7 മണി കഴിഞ്ഞ് പിന്നെ ഒരു 9, 9:30, 10 മണി കഴിയാതെ ഞങ്ങളെ വിളിക്കത്തില്ല. പക്ഷെ 10 കഴിയുമ്പോൾ കറക്റ്റ് കോൾ വരും. എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ്, തിരിച്ചു വരുന്ന എങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കും. പക്ഷെ അത് ഞങ്ങൾ വേദിയിൽ നിന്ന് ഇറങ്ങി എന്ന് ഉറപ്പ് വന്നെങ്കിലേ അവർക്കറിയാം അതിൻ്റെ മീറ്റിങ്ങിൻ്റെ സമയം കാര്യങ്ങളും. നമ്മളെയൊക്കെ എപ്പോൾ വിളിച്ചാലും എടുക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ പലരും സമയം നോക്കാതെ തന്നെ എന്തോ ചെയ്യുന്നത്. അല്പസമയം പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്പം മുൻപോട്ട്. യേശു പറയുന്നൊരു കാര്യമുണ്ട്, കതക് മൊത്തം എന്തോ ചെയ്യണം, ജനലും കതകും എല്ലാം എന്ത് ചെയ്യണമെന്നാ? അടയ്ക്കണം. അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട്, ലാൻഡ് ഫോണും ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. അത് അല്ലെങ്കിൽ യേശു അത് പറഞ്ഞേനെ, അത് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞേനെ. അന്നില്ലാത്തത് കൊണ്ട് അത് വിട്ടുകളഞ്ഞതാണ്. പക്ഷേ ആ വരികൾക്കിടയിൽ എഴുതാതെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഗ്രഹിച്ചോണം. മനസ്സിലായോ? ഇതൊന്നും നമ്മെ പ്രാർത്ഥനയിൽ നിന്ന് എന്തോ ചെയ്യരുത്, പിന്തിരിപ്പിക്കരുത്. അല്പം മുൻപോട്ട് ചെന്ന് അടുത്ത പൊസിഷൻ നോക്കണം, ദ സ്റ്റൈൽ നോക്കണം. നിലത്ത് അങ്ങനെ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് പറ്റും? സോഫ കമ്പട്ട് നിറങ്ങാൻ എത്ര പേർക്ക് പറ്റും? ദിവാൻ കോട്ടെ നിറങ്ങാൻ എത്ര പേർക്ക് പറ്റും? കസേരന്ന് താഴോട്ട് നിറങ്ങാൻ എത്ര പേർക്ക് പറ്റും? അതാണ് ആദ്യമേ ഞാൻ മുൻകൂർ ജാമ്യം പറഞ്ഞത്. പ്രായമുള്ളവരോടല്ല എൻ്റെ സംവാദം. ഞാനിത് സംവദിക്കുന്നത് ചെറുപ്പക്കാരോടാണ്. സന്ധിവേദനയോ നടുവേദനയോ വീക്കം താക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത് ആരോഗ്യത്തോടെ ഇരിക്കുന്നെങ്കിൽ പ്രാർത്ഥനയിൽ എന്തോ ചെയ്യണം? നിലത്ത് മുട്ടുകുത്തണം. ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടും. സഭായത്തിന് വരുമ്പോഴോ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴോ വല്ല കാര്യം ആ പ്രാർത്ഥനയെക്കുറിച്ചല്ല പറയുന്നത്. വ്യക്തിപരമായി പ്രാർത്ഥന മുഴങ്കാലും അടക്കിയാകണം. സകലത്തെയും സൃഷ്ടിച്ചവൻ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അങ്ങനെ ഒരുവൻ ദേ നിലത്ത് വീണ് കിടക്കുന്നു. ആരാ? നമ്മുടെ പ്രാണനാഥൻ. ശ്രദ്ധിക്കണം, ഇന്ന് പകലിനെ ശ്രദ്ധിക്കുന്ന ചുരുക്കം പേരാണ്. ഓൺലൈനിൽ കുറച്ച് പേരുണ്ടാവും. നിങ്ങളോട് മാത്രം ഞാനൊരു രഹസ്യം പറയാം. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവം കണ്ണ് തുറന്നും കാത് തുറന്നും ഇരിക്കുന്നു. ഈ ബോധം നമ്മെ ഭരിക്കണം. നമ്മൾ പ്രാർത്ഥന കണ്ണടച്ച് ചെയ്യുമ്പോൾ ദൈവം കണ്ണ് തുറന്നിരുന്ന എന്തോ ചെയ്യുന്നേ? ഇത് കേൾക്കുന്നത്. ഈ ചിന്ത നമ്മളെ ഭരിക്കാമെങ്കിൽ ഉണ്ടല്ലോ, അയ്യോ എനിക്കത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകപ്പാടെ ആത്മനിന്ദ തോന്നുന്നു. ഞാൻ കണ്ണടച്ചിരുന്ന് കഴിച്ച പ്രാർത്ഥന ദൈവം കണ്ണ് തുറന്നിരുന്ന കേട്ടതെങ്കിൽ എൻ്റെ കോട്ടുവാ എല്ലാം കർത്താവ് കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഞാൻ മൊബൈൽ എടുത്തത് കർത്താവ് കണ്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ശ്രദ്ധ മാറിപ്പോയത്, ഏകാഗ്രത മാറിപ്പോയതും ഒക്കെ കർത്താവ് എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെവി തുറന്നും കണ്ണു തുറന്നും ഇരിക്കുന്നു കർത്താവിൻ പ്രാർത്ഥന കേൾക്കാൻ. വാക്യമുണ്ടോ? പിന്നെ വാക്യമില്ലാതെ ഞങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. നെഹമ്യാവിൻ്റെ പുസ്തകം 1:6 വായിച്ച്. നെഹമ്യാവിൻ്റെ പുസ്തകം 1:6. നെഹമ്യാവിനെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാണല്ലോ തുടങ്ങി. നെഹമ്യാവൊക്കെ എവിടെ താമസിക്കുന്നതെന്നറിയോ? ദൈവമേ നിന്റെ ദാസന്മാരായ ആ ആ ആ ആ ഇനി ശ്രദ്ധിച്ചോണം. അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. പ്രാർത്ഥിക്കാൻ എപ്പോൾ മുട്ടുകുത്തിയാലും പ്രാർത്ഥിക്കാൻ എവിടെ ഇരുന്നാലും ഈ വാക്യം ഓർമ്മയിൽ വരണം. ദൈവം പ്രാർത്ഥന കേൾക്കുന്നത് കണ്ണ് തുറന്നും കാത് തുറന്നുമാണ്. പ്രാർത്ഥിക്കുന്നവനെ കാണണം ദൈവത്തിന്, പ്രാർത്ഥിക്കുന്നവനെ കേൾക്കണം ദൈവത്തിന്. കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് ദൈവം പ്രാർത്ഥിക്കും. ഇത് പ്രാർത്ഥന കേൾക്കുന്നു. നമ്മൾ കണ്ണടച്ച് കഴിക്കുന്ന പ്രാർത്ഥന ദൈവം കണ്ണ് തുറന്ന് അതിൻ്റെ കാരണം ഞാൻ പറയാം. കേൾക്കുകയും കാണുകയും ചെയ്യുന്നു ദൈവം. കേൾക്കുന്നത് നമ്മുടെ ഭാഷയുടെ പ്രത്യേകത, കാണുന്നത് നമ്മുടെ
ശരീരത്തിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നറിയാം. സോഫ കമ്പട്ടിലൊക്കെ ചാരി ഇരുന്ന് കാൽക്കുമേ കാലുമൊക്കെ വെച്ച് ഒരു പഞ്ഞിത്തലൻ്റെ അടുത്ത് പുറകോട്ട് തിരികെ വെച്ച് സ്റ്റൈലായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ഫോം, ഡുറോഫ്ലസ്, കുർലോൺ, മെത്തപ്പുറത്തൊക്കെ ഇരുന്ന് സ്റ്റൈലായിട്ട് പ്രാർത്ഥിക്കും. ഭിത്തിയച്ചാരി ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ. കുഴപ്പമൊന്നുമില്ല. ശരീരത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിച്ചോ, കർത്താവിന് അത് കുഴപ്പമൊന്നുമില്ല. ആരോഗ്യമുള്ള നീ സ്റ്റൈൽ കാണിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. ആരോഗ്യം കർത്താവിൻ്റെ ദാനമാണെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ എന്തോ ചെയ്യണം? താഴോട്ടിറങ്ങണം. വിഷയം അത്ര ഗൗരവമാണ്. ഗെത്സമനയിലെ പച്ചമണ്ണിൽ വീണ് കിടക്കുന്നത് അടുത്ത നിമിഷം ക്രൂശീകരണം എന്ന് പറയുന്ന മഹാസംഭവം ഏക്കാൻ പോവുക. അതിൻ്റെ കരുത്ത് കിട്ടണം. ഞാൻ പറയാം, വിഷയം എത്രമാത്രം ഗൗരവമുണ്ടെന്ന് നമുക്കേ അറിയൂ. ആ ഗൗരവത്തിനനുസരിച്ച് ഒരു പൊസിഷൻ തയ്യാറാക്കിക്കോണം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ഇത് സാധിച്ചു കിട്ടിയേ പറ്റൂ, ഈ പേപ്പർ കിട്ടിയേ പറ്റൂ, ഈ ഒപ്പ് കിട്ടിയേ പറ്റൂ, ഈ യാത്ര നടന്നേ പറ്റൂ, ഈ ഭാവി അനുഗ്രഹിക്കപ്പെട്ടേ പറ്റൂ, ഈ സാമ്പത്തിക വിഷയം പരിഹരിക്കപ്പെട്ടേ പറ്റൂ. വിഷയം ഗൗരവമാണെങ്കിൽ അതിന് പറ്റിയ ഒരു നിലപാടെടുത്തോണം. മനസ്സിലാവുന്നുണ്ടോ? തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം മാറണം. കർത്താവേ, അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് എടുക്കുന്ന ഒരു നിലപാട് ദൈവത്തിൻ്റെ കണ്ണിന് തൃപ്തിയാകണം. അതാ യേശു നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. ക്രൂശീകരണം അനുഭവിക്കാൻ പോവുക, കാരിലും മാണിയിൽ തറയ്ക്കപ്പെടാൻ പോവുക, പുറമടി ചുഴവുചാല് പോലെ കീറാൻ പോവുക, തലതല്ലി പൊളിക്കാൻ പോവുക, മുഷ്ടി ചുരുട്ടി കുത്താൻ പോവുകയാണ്. ഇതെല്ലാം അനുഭവിക്കുന്നതിന് മുമ്പ് പ്രവചന കണ്ണുകൊണ്ട് കണ്ടവനാണ് നമ്മുടെ കർത്താവ്. എൻ്റെ മുഖത്തേക്ക് അവർ തുപ്പുമ്പം പ്രതികരിക്കാതെ നിൽക്കാൻ കരുത്തു വേണം. മുഖത്ത് മുഷ്ടി ചുരുട്ടി കുത്തുമ്പോൾ പ്രതികരിക്കാതെ ശാന്തമായി രോമം കത്തിരിക്കുന്നവരുടെ മുൻഭാഗം മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടെന്ന് യെശയ്യാവ് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതിയതിനപ്പുറം ഒന്നും വരാതെ നിൽക്കാൻ എനിക്ക് കൃപ വേണം. അപ്പൊ വിഷയം ഗൗരവമായതുകൊണ്ട് അതിന് പറ്റിയൊരു നിലപാടാണ് എടുക്കുന്നത്. നമുക്ക് എത്ര വലിയ വിഷയമാണെങ്കിലും സോഭാക്കമ്പട്ട് ഇറങ്ങത്തില്ല. അതാ നമ്മുടെ വിഷയത്തിന്റെ മറുപടിക്ക് താമസം വരുന്നത്. നമ്മുടെ സ്റ്റൈല് കർത്താവിന് ഇഷ്ടമല്ല. അതാണ് നമ്മുടെ ശമ്പളത്തിന്റെ വലിപ്പം, ഞാൻ എവിടെയാണെന്നറിയാം, ഞാൻ ഏത് കുടുംബത്തിലെയാണെന്നറിയാം. ഇതൊക്കെയാണ് നമ്മുടെ ചില ഇടപാട്. ഇതൊന്നും കർത്താവിന് ഇഷ്ടമല്ല. ധാർഷ്ട്യമൊന്നും ഇഷ്ടമല്ല. പ്രാർത്ഥിക്കുന്നവൻ അവൻ്റെ കഴിവില്ലായ്മ സമ്മതിക്കുകയും ദൈവത്തിൻ്റെ കഴിവിനെ അംഗീകരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പദവി അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് നെടുമ്പാടൊന്ന് വീഴാൻ പറ്റുമോ? കർത്താവ് അതിനെ അംഗീകരിക്കുക തന്നെ ചെയ്യും. കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ പഠിപ്പിക്കേ. കസേരയിരുത്തി പ്രാർത്ഥിപ്പിക്കാതെ അവരോട് നിലത്തോട്ടിറങ്ങാൻ പറ. മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കട്ടെ അവര്. കർത്താവ് അത് കണ്ടിട്ട് അവരുടെ മേൽ പ്രസാദമുണ്ടാകട്ടെ. കർത്താവ് അവരെ അനുഗ്രഹിക്കും. പക്ഷെ വെറുതെ സ്റ്റൈലിന് ഇറങ്ങിയിട്ട് കാര്യമില്ല. മനസ്സും അതിന് ഏകീഭവിക്കണം. അങ്ങനെ നിലത്തോട്ട് അങ്ങോട്ട് ഇറങ്ങണം. കണ്ടോ? അത് കർത്താവിൻ്റെ കണ്ണുകൾക്ക് തൃപ്തിയാകും. അടുത്ത കാതു തുറന്നിരിക്കുന്ന ഭാഷ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥന. ഭാഷ അത് വളരെ ഗൗരവമായൊരു കാര്യമാണ്. മലയാളി മാത്രം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. നമ്മൾ പ്രാർത്ഥിച്ച് മലയാള ഭാഷ ഒരുമാതിരി വല്ലാതാക്കി വെച്ചേക്കുക. ദൈവത്തോട് പറയേണ്ട ഒന്നുമല്ല, പറയേണ്ട യോഗ്യതയിലൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം മലയാളിയുടെ പ്രാർത്ഥന ദൈവം എങ്ങനെ കേൾക്കുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. തമിഴൻ പ്രാർത്ഥിക്കും അപ്പാ ആണ്ടവരേ യേശു സ്വാമി യേശു അപ്പാ എന്നൊക്കെ വിളിക്കുമ്പം സ്വർഗം ഇങ്ങ് താഴോട്ട് ഇറങ്ങും. അർഹമായ ആദരവ് കൊടുത്തോണ്ടാ. ഹിന്ദിക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ മേര ഖുദാവന്ത് മേര പരമേശ്വർ എന്നൊക്കെ വിളിക്കുമ്പം അകത്തു നിന്നുള്ള വിളിയാണ്. മലയാളി സ്റ്റൈലിൽ കർത്താവേ നിന്റെ കൃപയ്ക്ക് വേണ്ടി നീ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നിന്റെ ദാസനെ നിന്റെ കരങ്ങളിൽ ഉപയോഗിക്കണേ. 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതിനകത്ത് 50 പ്രാവശ്യം ദൈവത്തെ നീ എന്ന് നിന്റെ എന്ന് വിളിക്കും. നീ 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 നിന്റെ 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 അവന്റെ കൃപ അവന്റെ ശക്തി മൈക്കും ലൈറ്റും എല്ലാം നീ പ്രവർത്തിപ്പിച്ചാട്ടെ അങ്ങനെ പറയുന്നു. പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് അപേക്ഷയൊന്നുമില്ല. നമുക്ക് കമാൻഡ്മെന്റാണ് ഉള്ളത്. സപ്ലിക്കേഷൻ അല്ല, ആപ്ലിക്കേഷൻ അല്ല, നമുക്ക് കമാൻഡ്മെന്റാണ് ഉള്ളത്. കർത്താവേ വന്നാട്ടെ, ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, ഞങ്ങളുടെ ഇടയിലൂടെ ഉലാവിക്കാട്ടെ, അങ്ങനെ ദാസനെ കരങ്ങൾ ഉപയോഗിച്ചാട്ടെ. മൊത്തം തൃശ്ശൂർ പൂരമാണ്. പൊട്ടുക ആമട്ട് പൊട്ടുന്ന പോലെ. വേദോസ്തവത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഠേ കാണിച്ചു തരാമോ? ഉണ്ടാകട്ടെ, ജനിക്കട്ടെ, പറക്കട്ടെ, കൂടട്ടെ, മുളച്ചു വരട്ടെ. അത് ദൈവമായ യഹോവ പറഞ്ഞ വാക്കാണ്. ആ ദൈവത്തോട് നമ്മൾ ഈ ഠേ പറയരുത്. വേദപുസ്തകത്തിലെ പ്രാർത്ഥന മുഴുവനും കേൾക്കണമേ, ക്ഷമിക്കണമേ, ചെവി ചായ്ക്കണമേ, ഓർക്കണമേ, എന്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. അതാണ് ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ആരാണെന്ന തിരിച്ചറിവിൽ വേണം പ്രാർത്ഥിക്കാൻ. നമ്മൾ പണ്ട് മുതലേ പ്രാർത്ഥിച്ചു, നമ്മളെ ആരും തിരുത്തിയില്ല. അതാണ് നമ്മുടെ കുഴപ്പം. കുഞ്ഞുങ്ങൾ വരെ നിന്റെ കൃപ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങുക. അന്നേരം നമ്മൾ തിരുത്തിയില്ല. മോനെ അങ്ങനെ പ്രാർത്ഥിക്കല്ലോ മക്കളെ, അങ്ങയുടെ ദീ ദൈ ദൗ. അതാണ് ഇംഗ്ലീഷിലെ പഴയ ഇംഗ്ലീഷ്. ദീ ദൈ ദൗ എന്ന് പറഞ്ഞാൽ അങ്ങ്, അവിടുന്ന്, അവിടുത്തോട്, അങ്ങയുടെ.
അക്കാര്യത്തിൽ പെന്തക്കോസ്തുകാരെക്കാൾ എത്രയോ മെച്ചമാണെന്നറിയാമോ കത്തോലിക്ക സമൂഹത്തിലെ സഹോദരങ്ങൾ. അവർ ദൈവത്തെ കയറി നീ എന്ന് നിന്റെ എന്നൊന്നും വിളിക്കത്തില്ല. നമ്മുടെ ചില ഇടപാട് കണ്ട ദൈവം നമ്മുടെ മൂത്ത അളിയനാന്ന് തോന്നിപ്പോ. അങ്ങനൊന്നും പ്രാർത്ഥിക്കരുത്, അബദ്ധമാണ്. ദൈവത്തിൻ്റെ കാത് കേട്ടോണ്ടിരിക്കുക നമ്മുടെ ഭാഷ. തമിഴൻ പ്രാർത്ഥിക്കുമ്പം അപ്പാ ആണ്ടവരെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹിന്ദിക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ മേര ഖുദാവെന്ന് മേര പരമേശ്വരൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മലയാളി 21 ദിവസം ഉപാസിയിരുന്ന് നീ എന്നും നിന്റെ എന്ന് വിളിക്കുമ്പോൾ തമ്പുരാൻ ചോദിക്കും എവിടുന്നാ അത് കേരളത്തിൽ നിന്നാ, ഷട്ടറം കിട്ടേക്കാൻ പറയും. എത്ര നേരം ഇത് കേട്ടോണ്ടിരിക്കുന്നു? കർത്താവിൻ്റെ കാത് ശ്രദ്ധിക്കുന്നു നമ്മുടെ പ്രാർത്ഥന. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? അല്ല, ചിലരെന്നെ അത് അത്ര വലിയ കുഴപ്പമാണോ എന്ന് ചിന്തിക്കുന്നു. അത്ര വലിയ കുഴപ്പമാണോ ഇല്ലയോ എന്നറിയാൻ ഇന്ന് സവായം കഴിഞ്ഞിട്ട് അല്ല, ഈ യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പം പപ്പായെ വിളിക്കണം. പപ്പായെ നീ വായിച്ച പത്രം എന്തി? അങ്ങനെ ചോദിച്ചു നോക്കണം. മമ്മിയെ നീ എൻ്റെ മൊബൈൽ എടുത്തായിരുന്നല്ലോ, എവിടെ കൊണ്ടുവച്ചു? അടിയുടെ പെരുന്നാളായിരിക്കും, അറിയാമോ? അടിയുടെ കുംഭപ്പരണി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പനെയും അമ്മയും ചേട്ടനെയും മൂത്ത ചേച്ചിയെയും ഓപ്പോളിനെയും ഒന്നും നമ്മളങ്ങനെ വിളിക്കാറില്ല. റജി പാസ്റ്ററോട് അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാവോ? സഭയുടെ പാസ്റ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അർഹമായ ആദരവ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കും. ഈ ആദരവൊന്നും ദൈവത്തിന് കൊടുക്കാത്ത എന്താ? പ്രാർത്ഥനയുടെ ശബ്ദത്തിൽ. മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ എഴുതുന്ന എന്തായിരിക്കും? എന്തോ എഴുതും. ആ ഭാഷ എങ്ങനെ? അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ? അതിന് ചില ഫോർമാറ്റ് ഉണ്ട്. ചുമ്മാതൊന്നും അപേക്ഷ എഴുതാൻ പറ്റത്തില്ല, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെ ആക്കി വെക്കുകയും വേണ്ടാന്ന് വെക്കുമ്പോൾ നീക്കിക്കളയുകയും ചെയ്യുന്ന പരമാധികാരിയായ ദൈവത്തോട് സംസാരിക്കാൻ ഭാഷയില്ലേ? വേദോസ്തവത്തിൽ ഏത് ഭാഷയും നിങ്ങൾ നോക്കൂ, പ്രാർത്ഥനാ ഭാഷ നോക്കൂ. ദാനിയേൽ പ്രാർത്ഥിക്കുന്നു, അടിയന്റെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കുന്ന അടിയനോട് ക്ഷമിക്കണമേ, ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. വേദോസ്തവത്തിൽ ഇത് ലിപിയന്ത്രണം ചെയ്തപ്പോൾ ഈ നീ എന്നും നിന്റെ എന്നൊക്കെ കയറി വന്ന് കിടക്കുന്നത് നമുക്കൊത്തിരി സഹായകമായി. ദൈവത്തെ നീ എന്ന് കയറി വിളിക്കാൻ പോലീസിനെ വിളിക്കുമോ? സബ് ഇൻസ്പെക്ടറെ വിളിക്കുമോ? ഞാൻ വിളിച്ചിട്ട് എത്ര നേരമായി, നീ എന്നെ വരാൻ താമസിച്ചെന്നൊരു സബ് ഇൻസ്പെക്ടറോട് ഒന്ന് സംസാരിച്ച് നോക്കി. വിവരം അറിയും നമ്മൾ. സാറേ 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 സാറേ, ഓ എത്ര സാറേ വേണം പുള്ളിയോട് സംസാരിക്കും. SP ആണെങ്കിൽ എത്ര സാറാന്നറിയാം, സർക്കിളും എത്ര സാറാന്നറിയാം. ദൈവത്തെ മാത്രം ഇങ്ങനെ അവഹേളിക്കുന്നത് ദോഷമാണ്. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ, അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി, അങ്ങയുടെ കരസ്പർശനത്തിന് വേണ്ടി, അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞ് ശീലിച്ച് നോക്കി. തുടക്കം അല്ല, അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങ് ഓക്കെ ആയിക്കോളൂ. അപ്പൊ ദൈവത്തിന്റെ കാത് ശ്രദ്ധിച്ചും കണ്ണ് തുറന്നുമിരിക്കുന്നു. എന്തിന്? നമ്മുടെ പ്രാർത്ഥന കാണാനും പ്രാർത്ഥന കേൾക്കാനും. ഓക്കെ, നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. യേശു നിലത്ത് വീണ് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു. എത്ര നേരം അങ്ങനെ വീണ് കിടന്നത് നമുക്കറിയില്ല. വീണ് കിടന്ന് പ്രാർത്ഥിച്ചാൽ, നിലത്ത് വീണ് പ്രാർത്ഥിച്ചാൽ, യേശുവിൻ എന്ന ഗുരുവിനെ അങ്ങനെ അനുകരിച്ച് അതിനകത്ത് 100% എന്ന് ഞാൻ പറയുന്നില്ല, ഏകദേശം 99% വിജയം പൂർത്തീകരിച്ച ശൗൽ, പിന്നീട് പൗലോസ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ മനുഷ്യൻ, എഫെസ്യ ലേഖനം 3:14 പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. മുട്ടുകുത്തുന്നു, പ്രാർത്ഥിക്കുന്നു എന്നല്ല പറയുന്നത്, പിന്നെ മുട്ടുകുത്തുന്നു. ഏലിയാവ് നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. നിലത്ത് വീണ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ കേട്ടത് മഴയുടെ വലിയ ഇരമ്പമാണ്. ആ ഇരമ്പത്തിൻ്റെ ദർശനം രാജാവിനോട് പങ്കുവയ്ക്കുന്നു. രാജാവ് അന്നേരം രഥം പൂട്ടി ഓടി. ആ രഥത്തെ പിന്നിലാക്കിക്കൊണ്ട് യെരൂശലേമിൽ അവന് മുമ്പ് എത്തുവാൻ ഏലിയാവിന് കരുത്തു പകർന്നത് മുഴങ്കാലുമടക്കി പ്രാർത്ഥിച്ചതിൻ്റെ അനുഭവമാണ്. ചിലതിനെ പിന്നിലാക്കി മുൻപോട്ട് ഓടുവാൻ നമുക്ക് കരുത്തു തരുന്നത് നമ്മുടെ പത്രാസ് മാറ്റി ദൈവസന്നിധിയിലേക്ക് നിരമ്പാട് വീഴാൻ കഴിയുമ്പോഴാണ്. ഞാൻ പറയുന്നു, വീണ്ടും ആവർത്തിക്കാം, ഓൺലൈനുള്ളവരൊന്നും തെറ്റിദ്ധരിക്കരുത്. സഭായോഗത്തിന് വരുമ്പോൾ നിലത്ത് വീഴുന്ന കാര്യമല്ല പറയുക. യോഗത്തിന് വരുമ്പോൾ, ആലയത്തിൽ വരുമ്പോഴല്ല, വ്യക്തിപരമായി പ്രാർത്ഥനയിൽ നിലത്ത് വീഴണം. മുറിയുടെ കഥ കടച്ചിട്ട് നിലത്തേക്ക് മുഴങ്കാൽ മടക്കണം, വീണ് കരയണം കർത്താവിൻ്റെ സന്നിധി. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ പ്രാർത്ഥിച്ച ഒത്തിരി ആളുകളുടെ പിന്നാലെ യാത്ര ചെയ്യണം. യേശു എത്ര നേരം പ്രാർത്ഥിച്ചു എന്നറിയില്ല നമുക്ക്. കുറേ മണിക്കൂറുകളാകും. അവൻ്റെ ശരീരത്തിൻ്റെ ആ ജലാംശമെല്ലാം വാർന്നു പോയിട്ട് അവിടുന്ന് വല്ലാതെ ക്ഷീണിതനാണ്, വല്ലാത്തൊരവസ്ഥയിലാണ്. ഒടുവിൽ ആ പച്ചമണ്ണിൽ നിവർന്ന് ഉപ്പൂറ്റി ഉറപ്പിച്ച് അങ്ങനെ നിൽക്കുന്ന നേരത്താണ് പന്തവും കുന്തവും വാളും വടിയുമൊക്കെയായി ഒരുപറ്റം ആളുകൾ യേശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ വന്നത്. അറിയാമല്ലോ, അവർ പരതി തിരഞ്ഞാണ് വരുന്നത്. അവരുടെ അന്വേഷണവും ആ തെരച്ചിലും ആ പരതലും ഒക്കെ കണ്ടിട്ട് അവർ ഉയർത്തിപ്പിടിച്ച വെട്ടത്തിലേക്ക്, പന്തത്തിൻ്റെ വെട്ടത്തിലേക്ക് കയറി നിന്നുകൊണ്ട് തൻ്റെ അടുത്തോട് അവരോട് ചോദ്യം: ആരെ തിരയുന്നു?
അവരുടെ മറുപടി, ഞങ്ങൾ യേശുവിനെ തിരയുന്നു. യേശുവിൻ്റെ മറുപടി, അത് ഞാൻ തന്നെ, അത് ഞാൻ തന്നെ. എന്നെ ആത്മധൈര്യം നോക്ക്. നിലത്തു വീണ് ഉടയവന്റെ മുമ്പാകെ പ്രാർത്ഥിച്ചവർക്ക് ലഭിക്കപ്പെടുന്ന ഒരു ആത്മധൈര്യം ഭയങ്കരമാണ്. വ്യാജമൊന്നും പറയുന്നില്ല, അത് ഞാൻ തന്നെ. തൻ്റെ അടുത്തോടെ പറയുമ്പോൾ അവർ ചകിതരായിപ്പോയി. പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ വന്ന അവർ കേൾക്കുന്ന വാചകം, നിങ്ങൾ തിരയുന്ന യേശു ഞാൻ തന്നെ. ഉടനെ എന്തോ സംഭവിച്ചു? വായിച്ചേ, യോഹന്നാൻ സുവിശേഷം 18:6 വാക്യം. യോഹന്നാൻ 18:6 വാക്യം. ഞാൻ തന്നെ എന്ന് അവൻ അവരോട് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഓ പ്രൈസ് ദി ലോർഡ്. ഞാൻ തന്നെ എന്ന് അവൻ അവരോട് പറഞ്ഞപ്പോൾ പിൻവാങ്ങി ആര് വീണു? പന്തവും കുന്തവും വാളും വടിയുമായി വന്ന മുഴുവൻ ആളുകളും നിലത്ത് വീണു. എൻ്റെ ചോദ്യം ഇതാ, അഞ്ചേരിയോട് എൻ്റെ ചോദ്യം ഇതാ, ഇതുവരെ നിലത്ത് വീണ് കിടന്നാരാ? കമോൺ, ഇതുവരെ നിലത്ത് വീണ് കിടന്നാരാ? യേശു. ഇപ്പോൾ വീണ് കിടക്കുന്ന ആരാ? പടയാളികൾ, പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ വന്നവർ. ഇതിനകത്തൊന്ന് മനസ്സിലാകുന്ന ഒരു ആത്മീയ ചിന്ത എന്താ? പ്രാർത്ഥനാ മുറിയിൽ നമുക്ക് നിലത്ത് വീഴാൻ മനസ്സായാൽ ആമേൻ പറഞ്ഞ് നാം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശത്രു നിലത്ത് വീണിരിക്കും. ഉറപ്പുള്ളവർ കർത്താവിനെ സ്തുതിക്ക്. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ സംഭവിച്ച മഹത്തായ ഒരു കാര്യമാണിത്. അവർ നിലത്ത് വീണു. ഉയർന്നു നിൽക്കുന്ന ചില കോട്ടകൊത്തളങ്ങളുണ്ടല്ലോ, ഉയർന്നു നിൽക്കുന്ന ചില മതിലുകളുണ്ടല്ലോ, ഉയർന്നു നിൽക്കുന്ന ചില വാദപ്രതിവാദങ്ങളുണ്ടല്ലോ, ഉയർന്നു നിൽക്കുന്ന പത്തി വിരിച്ചാടുന്ന ചില പോരാട്ടങ്ങളുണ്ടല്ലോ, കാലപ്പഴക്കമുള്ള ചില പോരുകളുണ്ടല്ലോ. അത് തകർന്ന് താഴെ വീഴാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നിലത്ത് വീണെന്ന് പ്രാർത്ഥിക്കാൻ മനസ്സാകണം. നാം എന്ന ആ വലിയ വിലയൊന്ന് മാറ്റിവെച്ചിട്ട് നിലത്തോട്ടൊന്ന് വീഴാൻ മനസ്സായാൽ കർത്താവ് ചിലത് നിലത്ത് വീഴ്ത്തി തരാനിടയാകും. ചില പോരുകളെ നിലത്ത് വീഴ്ത്തി അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇടയാകും. വിശ്വസിക്കുന്നവരും അതങ്ങനെ തന്നെ ഏറ്റെടുക്കുന്നവരും നിരുപാധികം ഏറ്റെടുക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉയർന്നു നിൽക്കുന്ന ചില പാരമ്പര്യത്തിന്റെ കോട്ടകൾ സഭയുടെ പ്രവർത്തനങ്ങൾക്കും അതിന്റെ പുരോഗമനങ്ങൾക്കുമെതിരെ നമ്മുടെ ആത്മീയമായിരിക്കുന്ന വിടുതലിനെതിരെ വ്യാപരിക്കുന്ന ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ നിലത്ത് വീഴാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നാം നിലത്തോട്ടൊന്ന് വീഴാൻ തയ്യാറാകണം. നമ്മുടെ എല്ലാവിധമായിരിക്കുന്ന ഞാൻ എന്ന ഭാവവും മാറ്റിവെച്ചുകൊണ്ട് നിലത്തോട്ടൊന്ന് വീഴാൻ തയ്യാറായാൽ കർത്താവ് വലിയ പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്യാനിടയാകും. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? അതൊന്ന് പ്രായോഗികതയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എത്ര യുവതിയുവാക്കന്മാർ, എത്ര പ്രായമുള്ളവർ, എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ശരീരക്ഷീണത്തിന് മുൻതൂക്കം കൊടുക്കാതെ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാനൊന്ന് വീഴാൻ പോവുകയാ. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഗദ്സമനയിൽ വീണെങ്കിൽ എന്റെ വിഷയങ്ങളുമായി ഞാൻ തിരുസന്നിധിയിൽ ഒന്ന് വീഴാൻ പോകുകയാ എന്ന് തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ കർത്താവ് ചില കാര്യങ്ങളെ ചെയ്യാനിടയാകും. വിശ്വസിക്കുന്നവരെ കരം അടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ച് ഈ സമയത്ത് തന്നെ ചില വിടുതലുകൾ സംഭവിക്കും. അങ്ങ് ദൂരെ താങ്കൾ ആഗ്രഹിക്കുന്ന ചില പ്രവർത്തന മേഖലകളിൽ ചില വിടുതലുകളെ കർത്താവ് നൽകിത്തരാനിടയാകും. ചില ശരീരകോശങ്ങളിൽ, അവയവ വ്യവസ്ഥിതികളിൽ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കും. Glory, 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 glory. Hallelujah. Praise you, Jesus. യേശുവിന്റെ പ്രാർത്ഥനയുടെ സമയം ഭ്രാന്തമായ ഒരു നീക്കത്തിനെതിരായിട്ടുള്ള നേരത്തായിരുന്നെങ്കിൽ യേശുവിന്റെ പ്രാർത്ഥനയുടെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാ, നിലത്തു വീണു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യേശുവിന്റെ പ്രാർത്ഥനയുടെ ഔട്ട്കം എന്താ? അതിൻ്റെ അനന്തരഫലം എന്താ? ലൂക്കോസിന്റെ സുവിശേഷം 3:21 വാക്യം വേഗം വായിക്കും. ലൂക്കോസ് 3:21 വാക്യം. 3:21. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. വായിച്ചു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പിന്നെ മൂന്ന് കാര്യങ്ങളാണ് യേശുവിൻ്റെ പ്രാർത്ഥന നേരത്തെ സംഭവിച്ചത്. ഈ 3 കാര്യങ്ങളും അഞ്ചേരിയിൽ സംഭവിക്കണം, ദൈവസഭയ്ക്കകത്ത് സംഭവിക്കണം. ആ വാക്യത്തിന്റെ ഘടന ഡോക്ടർ ലൂക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതിയിരിക്കുന്നു നോക്കി. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റു എന്നെഴുതിയിട്ട് മത്തായിയോ മർക്കോസോ യോഹന്നാനോ പറയാത്തൊരു കാര്യം പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ. സ്നാനമേറ്റ ഉടനെ യേശു എന്തോ ചെയ്തു? നനഞ്ഞ വസ്ത്രം മാറാൻ ബാക്കിയുള്ളവരും തിരക്ക് കൂട്ടുമ്പോൾ യേശു സ്നാനമേറ്റ ഉടനെ എന്തോ ചെയ്തു? പ്രാർത്ഥിച്ചു. ഉണ്ടോ?
സ്നാനാനന്തര ജീവിതം വളരെ പ്രസക്തമാകട്ടോ. സ്നാനാനന്തര ജീവിതം പ്രാർത്ഥനയോടെ തുടങ്ങണം. കുഴിച്ചിട്ടതൊന്നും നമ്മോടുകൂടെ ഉയർത്തു വരാൻ പാടില്ല. അതുമായിട്ട് ഒരിടപാടുമില്ലാതെ വേറിട്ടൊരു ആത്മീക ജീവിതം ഉണ്ടാകണം. നാളെ എനിക്ക് മുക്കൂട്ടുതറയിലൊരു യോഗമുണ്ട്. ആ യോഗത്തിൻ്റെ പ്രത്യേകത, കുറേ പേര് നാളെ സ്നാനമേൽക്കുന്നു. സ്നാനമേറ്റ ശേഷം സ്നാനാനന്തര ജീവിതത്തെക്കുറിച്ച് അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നു. സ്നാനാനന്തര. അപ്പം സ്നാനാനന്തര ജീവിതം വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്. റോമാലേഖനം 6-ാം അധ്യായം, കൊലോസ്യലേഖനം 3-ാം അധ്യായം, ഇത് രണ്ടുമാണ് സ്നാനാനന്തര ജീവിതത്തിൻ്റെ സിലബസ്. സ്നാനപ്പെട്ടവൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്താകണം, എന്തായിക്കൂടാ എന്നിത്യാദി വസ്തുതകൾ നൽകുന്ന 2 അധ്യായങ്ങൾ. കൊലോസ്യർ 3, റോമർ 6. ഈ 2 അധ്യായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ക്ലാസ് നാളെ എനിക്ക് എടുക്കണം. ഇവിടെ ഇതാ യേശു സ്നാനപ്പെട്ട ഉടനെ എന്തോ ഇതെന്നാ വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്ന. കയറിയപ്പോഴല്ല, പ്രാർത്ഥിച്ച നേരത്താണ്. നമ്മൾ വായിച്ച കുറിവാക്യ ഓർമ്മയുണ്ടല്ലോ, 9:29. മറുരൂപമലയിൽ യേശു രൂപാന്തരപ്പെട്ടു എന്ന് എല്ലാവരും എഴുതി വെച്ചപ്പോൾ ലൂക്കോസ് പറയുന്നവൻ പ്രാർത്ഥിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. ഉണ്ടോ? ഇവിടെയും പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ് പറയുന്നത്. 3 കാര്യം. ഏതൊക്കെയാണ്? 1, സ്വർഗം തുറന്നു. സ്വർഗം എന്തോ ചെയ്തു? എത്ര പേര് വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലത് തുറക്കുമെന്ന്? ചില വഴികൾ തുറക്കും, നിങ്ങളെ ചില വാതിലുകൾ തുറക്കും. മടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ തുറക്കും. ചില വഴികൾ പുതുതായി തുറക്കും ദൈവം. അന്യഭാഷ പറയാത്തത് കൊണ്ട് പ്രവചനമല്ലെന്ന് ചിന്തിക്കരുത്. ഈ ദിവസങ്ങൾ കഴിച്ച കണ്ണുനീരിന്റെ പ്രാർത്ഥന നിമിത്തമായി ദൈവം ചില വഴികളെ തുറക്കും. സ്വർഗം തുറന്നു. അടുത്തത്, ആത്മാവ് ഇറങ്ങി. പരിശുദ്ധാത്മാവ് എന്തോ ചെയ്തു? ദേഹരൂപത്തിൽ അങ്ങിറങ്ങുകയാ. ആത്മശക്തി, ഇതുവരെ പ്രാപിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മശക്തിയുടെ വ്യാപാരം അത് നമ്മിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അതുമാത്രമല്ല, 3-ാമത്തേത്, ദൈവശബ്ദം കേട്ടു. വ്യക്തിപരമായി കേൾക്കുക ദൈവശബ്ദം. ഈ ദിവസങ്ങളിൽ ഈ 3 കാര്യങ്ങൾ നടക്കണം. ഏതൊക്കെയാ 3 കാര്യങ്ങൾ? 1, സ്വർഗം തുറക്കണം. 2, എന്തോ ചെയ്യണം? ആത്മശക്തി ഇറങ്ങണം. 3-ാമത്തേത്, ദൈവശബ്ദം വ്യക്തിപരമായി എന്തോ ചെയ്യണം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, എൻ്റെ ദാസി, എൻ്റെ ദാസൻ എന്ന ശബ്ദം കേട്ട് ഉള്ളം കുളിർക്കണം. ആരാണ് നമ്മുടെ തലയെ കൈവച്ചിട്ട് പറയുന്നതല്ല, വ്യക്തിപരമായി കേൾക്കണം കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. എൻ്റെ മകളെ, എൻ്റെ ദാസി, നിന്നെ എനിക്ക് ബോധിച്ചു, എൻ്റെ മകനെ എന്ന് കർത്താവ് പറയുന്ന ഒരു ശബ്ദം കേൾക്കാൻ പറ്റണം. ഈ 3 കാര്യങ്ങൾ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഉടനെ സംഭവിച്ചുവെങ്കിൽ ഈ ദിവസങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയിൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യണം. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥനയിൽ മറുപടി ഉണ്ട് തീർച്ചയായും. ആ മറുപടി ചിലത് തുറന്നുകൊണ്ട് ദൈവം വെളിപ്പെടുത്തും. ആ മറുപടി നമ്മോട് സംസാരിച്ചുകൊണ്ട് ദൈവം വെളിപ്പെടുത്തും. ആ മറുപടി അത്യന്ത ശക്തിയുടെ വ്യാപാരം നമ്മിലേക്ക് നിറച്ചുകൊണ്ട് ദൈവം അത് വെളിപ്പെടുത്തും. കണ്ണുകളെ ദൈവസ്ഥാനത്തിൽ അടയ്ക്കണം. എല്ലാ കണ്ണുകളും അടയട്ടെ. ശാന്തമായി കേൾപ്പിച്ച ദൈവാലോചനയുടെ മുൻപാകെ നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥന, യേശുവിൻ്റെ പ്രാർത്ഥനയുടെ നേരം, യേശുവിൻ്റെ പ്രാർത്ഥനയുടെ രീതി, യേശുവിൻ്റെ പ്രാർത്ഥനയുടെ അനന്തരഫലം, ഈ 3 കാര്യങ്ങളെയാണ് നമ്മൾ ശാന്തമായി, സമഗ്രമായിട്ടല്ല, പിന്നെ അവലോകനമായി ചിന്തിച്ചത്. പഴയ പുതിയ നിയമങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കാണുകയുണ്ടായി. ഈ പ്രാർത്ഥനയ്ക്ക് അനുസാരമായി നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് നമ്മെ ഒന്ന് ഇറക്കിക്കൊണ്ടുവരാൻ, നമ്മെ ഒന്ന് കോർത്തിണക്കാൻ എത്ര പേര് തയ്യാറാകും? എല്ലാവരും ദൈവസന്നിധിയിൽ അല്പസമയം കേട്ട വചനത്തിന് മുൻപാകെ ഒരു പാട്ടിൻ്റെ അകമ്പടി ഇല്ലാതെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാനും ആരാധിക്കാനും ആത്മനിറവോടെ കർത്താവിനെ മഹത്വപ്പെടുത്താനും കഴിയുമോ? ഹല്ലേലൂയ. കർത്താവ് ഹൃദ്യമായി നമ്മോട് ഇടപെട്ടിട്ടുണ്ട്. ചില പ്രതിസന്ധികൾ മുൻപിലുണ്ട്, അവയെ കർത്താവ് എടുത്തു മാറ്റും, വേരോടെ പിഴുതുകളയും. ചില തടസ്സങ്ങളുണ്ട്, അവയെ കർത്താവ് എടുത്തു മാറ്റും. ചില നിയമപോരുകൾ ഇടയ്ക്കുണ്ടാകാൻ ഇടയാകും. പക്ഷേ ഞങ്ങളെപ്പോലെ കുറേ ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുന്നവരായിട്ടുണ്ട്. ഞങ്ങൾ ഓടിപ്പോകുകയില്ല, ഞങ്ങൾ ഇവിടം വിട്ടു പോവുകയില്ല. പ്രതിസന്ധികളെ യേശുവിൻ്റെ നാമത്തിൽ തരണം ചെയ്തുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളിതാ സമർപ്പിക്കുന്നു എന്ന് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയട്ടെ. കേട്ട വചനത്തിനനുസാരമായി കർത്താവിനെ സ്തുതിക്കാൻ, ആരാധിക്കാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. നമ്മുടെ തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ വലിയ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ വിദ്യാഭ്യാസ തലങ്ങളിൽ ദൈവം പകർന്നു തരാൻ ഇടയാകട്ടെ. പാൻഡമിക് പീരീഡ് നമുക്ക് ദോഷമാകാതെ നമ്മെ ബാക്കിയാക്കിയ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ചില നിർമ്മാണ പ്രക്രിയകൾക്ക്, ചില യഥാസ്ഥാപന
സ്ഥാപനങ്ങൾക്ക്, ചില നവോത്ഥാനങ്ങൾക്ക് ഹല്ലേലൂയ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് വേണ്ടും പോലെ തികച്ചെടുക്കുവാൻ കർത്താവേ എന്നെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കുക ദൈവകരങ്ങളിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം ഒരുമിച്ച് ആത്മാവ് നിയോഗിക്കുന്നത് പോലെ സ്തോത്രം ചെയ്തിട്ട്, ആത്മാവ് നിയോഗിക്കുന്നത് പോലെ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും, ധനാഗമനത്തിന്റെ വഴിത്താരകളിലൊക്കെ ദൈവപ്രവൃത്തി വീണ്ടും പോലെ വെളിപ്പെടേണ്ടതിന് ഹല്ലേലൂയ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ പിതാക്കന്മാരെ, ഞങ്ങളുടെ മാതാക്കളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ അവരുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. അത്യന്ത ശക്തിയുടെ വ്യാപാരം അവരുടെ മേൽ നിറയട്ടെ. സ്വർഗം തുറന്നവരുടെ മേൽ അവിടുത്തെ കൃപ വ്യാപരിക്കപ്പെടട്ടെ. അവിടുത്തെ ശക്തിയുടെ വ്യാപാരം, അവിടുത്തെ കരസ്പർശനം, അങ്ങയുടെ വിശേഷമായിരിക്കുന്ന ചില ഇടപെടലുകൾ ഉണ്ടാകട്ടെ. തടസ്സമായി നിൽക്കുന്ന ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും അധോലോകത്തിലും അധികാരം പ്രാപിച്ച നാസറേനായ യേശുവിന്റെ നാമത്തിൽ ഉയർന്നു നിൽക്കുന്ന കോട്ടകൊത്തളങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു, കർത്താവേ. നിലത്ത് വീണ് കിടന്ന് പ്രാർത്ഥിച്ച് അങ്ങയുടെ പ്രസാദം പ്രാപിക്കേണ്ടതിന്, ഞങ്ങൾ നിലത്ത് വീഴുമ്പോൾ ഞങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ചില പോരുകൾ നിലത്ത് വീഴുമെന്നുള്ളത് ഞങ്ങൾ കണ്ടറിഞ്ഞു. ഞങ്ങളുടെ പ്രാണനാഥൻ ഞങ്ങൾക്ക് നൽകിത്തന്ന് ആ പ്രാർത്ഥനയുടെ മാതൃക ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചില വിങ്ങലുകൾ മാറി, ചില സന്താപങ്ങൾ മാറി, ചില കലക്കങ്ങൾ മാറി, പകരം ആർപ്പിന് നൽകുവാൻ അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ചില ഉള്ളങ്ങൾ ആർപ്പ് കൊണ്ട് നിറയട്ടെ. സങ്കടങ്ങൾ വഴിമാറട്ടെ, ദുഃഖങ്ങൾ വഴിമാറട്ടെ യേശുവിൻ നാമത്തിൽ. സഭയുടെ നിർമ്മാണ പ്രക്രിയകൾക്ക് ആവശ്യമായിരിക്കുന്ന വഴികൾ ദൈവം തുറക്കുന്നതിനായി സ്തോത്രം. തടസ്സങ്ങളെ ദൈവം മാറ്റിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുക്കത്തിലേക്ക് വരുമ്പോൾ ഉയർന്നേക്കാവുന്ന പോരുകളെ ഞങ്ങൾ കണ്ടറിയുന്നു. യേശുവിന്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ ശാസിച്ചുകൊണ്ട് ഇന്ന് പകലിൽ ഞങ്ങൾ വിജയം പ്രഖ്യാപനം ചെയ്യുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് സഭയായിട്ട് പറയുന്നു, പിശാചേ നിന്റെ സമയം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് പണിയാൻ പോവുകയാണ്. ഏലിയാവ് പറഞ്ഞതുപോലെ നിങ്ങൾ സമയം കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ പ്രവൃത്തിയുടെ സമയമാണ്. വിജയം ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപനം ചെയ്യുകയാണ് ഇന്ന് പകലിൽ. പൂർത്തീകരണം ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപനം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവ്യമാകട്ടെ. കൃപയുടെ നിറവ് പകർന്നവിടുന്ന് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. അവിടുത്തെ നന്മ കൊണ്ട് നിറയ്ക്കണമേ. ആത്മീയ ആർജവത്വത്തിന്റെ പാതയിൽ വ്യതിചലിക്കാതെ, ഗതിഭേദമില്ലാതെ മുൻപോട്ട് കുതിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തിന്റെ കരം തൊട്ടനുഗ്രഹിച്ച് ആശീർവദിച്ച് അവിടെ നയിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് പ്രൈസ് ദി ലോർഡ്.